ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ജെയുടെ +1 ഫിസിക്സിൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിനെ പറ്റി നിങ്ങളൊരു ഏകദേശ ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളിനി ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് ഒരു 20-25 ക്വസ്റ്റ്യൻസ് എന്ന് ഇവിടെ ചെയ്യുന്നുണ്ട്, എല്ലാ ചാപ്റ്റേഴ്സിനും കൂടെ മിക്സ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അവസാനത്തെ ചാപ്റ്ററിൽ നിന്നാണ്. +1 അവസാനത്തെ ചാപ്റ്ററാണ് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണിത്. പ്രീവിയസ് ജെ മെയിൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഓഫ് എ വേവ് ഓൺ എ സ്ട്രിങ് ഓഫ് ലീനിയർ മാസ് ഡെൻസിറ്റി, അതായത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഗിവൺ ബൈ y = തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇക്വേഷൻ ഓഫ് വേവ് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? മ്യൂ തന്നിട്ടുണ്ട്, ഒപ്പം തന്നെ ഇക്വേഷൻ ഓഫ് വേവ് തന്നിട്ടുണ്ട്. ഇനി എന്താ അവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു 5 മിനിറ്റ് സമയം തരാം, ഒരു 2 മിനിറ്റ് സമയം തരാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നൊന്ന് ആലോചിച്ച് നോക്കി. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. മക്കളെ, ഇപ്പോൾ മ്യൂ തന്നിട്ടുണ്ട്. ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ മ്യൂ തന്നിട്ടുണ്ട്, ഇക്വേഷൻ ഓഫ് വേവ് തന്നിട്ടുണ്ട്. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. നമ്മൾ ടെൻഷനൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഫോമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഗുഡ് ഈവനിങ്. ടെൻഷനൊക്കെ വരുന്ന ഫോമുല ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താ മക്കളെ ആ ഫോമുല എന്ന് പറയുന്നത്? വി ഈസ് ഈക്വൽ ടു ഫോമുല എന്ന് പറയുന്നത് v = √T/μ ആണ്, അല്ലേ? ഒരു സ്ട്രിങ്ങിൽ കൂടെ വേവ് പാസ് ചെയ്യുമ്പം വെലോസിറ്റി ഓഫ് വേവ് ഇൻ എ സ്ട്രിങ് എന്ന് പറയുന്നത് v = √T/μ ആണ്. അപ്പോൾ വീട് എന്ന് പറയുന്നത് √T/μ ആണ്. അപ്പോൾ നമുക്ക് ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീനെ അങ്ങ് സ്ക്വയർ ചെയ്യാം. അപ്പോൾ വീൻ്റെ സ്ക്വയർ എടുത്താൽ v² എന്തെന്ന് കിട്ടും? T/μ എന്ന് കിട്ടും. നമ്മൾ രണ്ട് സൈഡും അങ്ങ് സ്ക്വയർ ചെയ്യുന്നു. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ എന്ത് സംഭവിക്കും? v², അവിടുത്തെ റൂട്ട് അങ്ങ് മാറി കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു T/μ എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ T = എന്തെന്ന് കിട്ടും മക്കളെ? T = μ × v² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ μ × v² എന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആര് തന്നിട്ടുണ്ട്? മ്യൂ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ലീനിയർ മാസ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ മ്യൂ തന്നിട്ടുണ്ട്. മ്യൂ ഈസ് ഗിവൺ ആസ് വാട്ട്? 0.04. പക്ഷേ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഓഫ് വേവ് തന്നിട്ടില്ല. ഹൗ വി ക്യാൻ ഫൈൻഡ് വെലോസിറ്റി ഓഫ് വേവ്? അപ്പോൾ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഓഫ് വേവ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് വേവ് എങ്ങനെ കണ്ടുപിടിക്കാം? മക്കളെ, വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾ 2 ഫോമുല പഠിച്ചിട്ടുണ്ടായിരിക്കും. λ/T എന്ന് പറയുന്ന ഫോമുല പഠിച്ചിട്ടുണ്ട്, അല്ലേ? λ/T എന്ന് പറയുന്ന ഫോമുല പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ω/K എന്ന് പറയുന്ന ഫോമുലയും പഠിച്ചിട്ടുണ്ട്. λ/T അല്ലെങ്കിൽ ω/K ആണോ? അപ്പോൾ λ/T അല്ലെങ്കിൽ ω/K എന്ന് പറയുന്ന ഫോമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ്റെ ഫോമുല എന്ന് പറയുന്നത് μ × എന്തെന്ന് കിട്ടും മക്കളെ? v² എന്ന് പറയുന്നത് കിട്ടും. v എന്ന് പറഞ്ഞാൽ ω/K ആണ്, അല്ലെങ്കിൽ λ/T ആണ്. അപ്പം നമുക്ക് ω/K എന്ന് വേണമെങ്കിൽ എടുക്കാം, λ/T എന്ന് വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ എന്തെടുത്താൽ മതി മക്കളെ? ഹോൾ² എടുത്താൽ മതി. അപ്പോൾ ആൻസറായി. ഇനി എല്ലാം തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് എ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ മ്യൂവിൻ്റെ വാല്യൂ എന്താണ് മക്കളെ? ഈ ടി എന്ന് പറഞ്ഞാൽ ടെൻഷൻ ടി അല്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ടൈം പീരീഡിൻ്റെ ടി ആണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ക്യാപിറ്റൽ ടി ടെൻഷൻ്റെ ടി ആണ്. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ, അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മ്യൂ ഈസ് ഗിവൺ ആസ് വാട്ട്? മ്യൂ ഈസ് ഗിവൺ ആസ് 0.04, അല്ലേ? മ്യൂ എന്ന് പറയുന്നത് 0.04 ആണ്. മക്കളെ, ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കുക? എപ്പോഴും ആലോചിക്കുക, ടിയുടെ കോഫിഷ്യൻ്റ് ആണ് ആരെന്ന് പറയുന്നത്? ഒമേഗ എന്ന് പറയുന്നത്. ടിയുടെ കോഫിഷ്യൻ്റ് ആണ് ആരെന്ന് പറയുന്നത്? ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ടിയുടെ കോഫിഷ്യൻ്റ് ആരാ? 2π അകത്ത് കയറി ഇൻറ്റു ചെയ്താൽ 2π/0.04 ആണ്. ടിയുടെ കോഫിഷ്യൻ്റ് ആണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ടിയുടെ കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 2π/0.04 ആണ്. അതേ കണക്ക് എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ കെ എന്ന് പറയുന്നത് എത്രയാണെന്ന് വരും മക്കളെ? 2π/, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2π/, 2π അകത്തോട്ട് കയറ്റണം. 2π/0.5 എന്നാണ് വരുന്നത്. ദ ഹോൾ എന്തെന്ന് വരും മക്കളെ? ദ ഹോൾ² എന്ന് പറയുന്നത് വരും. കാര്യം ω/K ദ ഹോൾ² അല്ലേടാ. അങ്ങനെയാണെങ്കിൽ ആര് ക്യാൻസൽ ആയി പോവും? 2πയും ഡെഫിനറ്റ്ലി ക്യാൻസൽ ആയി പോവും. അപ്പോൾ 0.5 അങ്ങ് മുകളിൽ ചെല്ലും. അപ്പോൾ 0.5/0.04 എന്ന് പറയുന്നത് വരും. അങ്ങനെയാണെങ്കിൽ T = 0.04 ×
പറയാം മക്കളെ 0.5 അങ്ങ് മോളിച്ചെല്ലും. അപ്പോൾ 0.5 ഡിവൈഡഡ് ബൈ 0.04 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വരും. ആണോ? അപ്പോൾ 0.5 ഡിവൈഡഡ് ബൈ 0.04 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വരും. മക്കളെ മിസ്റ്റേക്ക് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 0.5 ബൈ 0.04 എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? സോ ഇതിന് നമുക്ക് 0.04 ഇൻറ്റു ഇനി നമുക്ക് എന്തെന്ന് എഴുതാം? 5 ബൈ 0.4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 50 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് 5 ബൈ 0.4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 50 ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം മക്കളെ? 50 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. അപ്പോൾ ഇത് 50 സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും മക്കളെ? 4 സ്ക്വയർ എന്ന് പറയുന്ന വരും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്ന 50 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ എന്ന് പറയുന്ന വരും. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും മതി, കുഴപ്പമില്ല. 0.5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.25 ആണല്ലോ. 0.5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.25 ആണ് അല്ലേ? ദെൻ 0.04 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ 0.04ൻ്റെ സ്ക്വയർ വരും. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്വയറും 0.04ഉം കൂടെ എന്ത് ചെയ്ത് പോകും മക്കളെ? ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? 25 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് കിട്ടും. 25 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 6.25 ന്യൂട്ടൺ എന്ന് പറയുന്നത് കിട്ടും. മക്കളെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കണം കേട്ടോ. അപ്പോൾ ടെൻഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.25 എന്ന് പറയുന്നത് കിട്ടും. കുറേ പേര് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. വെരി ഗുഡ്. അതെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ അവസാനത്തെ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഓഫ് വേവ് ഇൻ എ സ്ട്രിങ് എന്ന് പറയുന്ന v ആണ്. v ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ v സ്ക്വയർ ഈക്വൽ ടു ടി ബൈ മ്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു മ്യൂ ഇൻറ്റു v സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു മ്യൂ ഇൻറ്റു വിക്ക് പകരം എന്ത് കൊടുക്കാം? ഒമേഗ ബൈ കെ എന്ന് പറയുന്നത് കൊടുക്കാം. ഒമേഗ എന്ന് പറയുന്നത് എപ്പോഴും ആലോചിച്ചോണം, ഒരു വേവ് ഇക്വേഷനിലെ ടിയുടെ കോഫിഷ്യൻ്റ് ആണ് ഒമേഗ എന്ന് പറയുന്നത്. ഇനി ആരാണ് കെ എന്ന് പറഞ്ഞാൽ ആ വേവ് ഇക്വേഷനെ തന്നെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ് കെ എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പം നമുക്ക് ആൻസർ 6.25 ന്യൂട്ടൺ എന്ന് പറയുന്നത് കിട്ടും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 50 സ്ക്വയർ എടുത്തില്ലേ? 0.5ൻ്റെ സ്ക്വയർ എടുത്തില്ല. ഓക്കെ, $12.5 ആണോ വരുന്നത്? 12.5 ആണോ 6.25 തന്നെയാണോ വരുന്നത്? മക്കളെ, ഏതാ ഞാൻ പറഞ്ഞത്, എനിക്കും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരാം. നിങ്ങളും കൂടെ നോക്കിയേക്കണം കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ, അടുത്ത ക്വസ്റ്റ്യനും വേവ്സി എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എ പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ് ഹാസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എഫ് ഇൻ എയർ. അപ്പോൾ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് എഫ് എന്ന് പറയും. അപ്പോൾ ഇതാണ് പൈപ്പ് എന്ന് പറയുന്നത്. അവൻ ഓപ്പൺ അറ്റ് ബോത്ത് എൻഡാണ്. അവൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് ആരെന്ന് പറയുന്നത് മക്കളെ? എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൈപ്പറ്റ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡാണ്. അപ്പോൾ അവൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? എഫ് എന്ന് തന്നിട്ടുണ്ട്. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ദ പൈപ്പ് ഈസ് ഡിപ്ഡ് വെർട്ടിക്കലി ഇൻ വാട്ടർ. ദ പൈപ്പ് ഈസ് ഡിപ്ഡ് ഇൻ വെർട്ടിക്കലി ഇൻ വാട്ടർ. ഈ പൈപ്പിനെ എടുത്ത് വെള്ളത്തിലേക്ക് മുക്കി വെച്ചു. സോ ദാറ്റ് ഹാഫ് ഓഫ് ഇറ്റ് ഈസ് വാട്ടർ. അതിൻ്റെ പകുതി വെള്ളം നിറയും. ഓക്കെ, അതിൻ്റെ പകുതി വെള്ളമായി കഴിഞ്ഞു. അതായത് ഈ പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡാണ്. അവരതിനെ നേരെ എടുത്ത് വെള്ളത്തിലേക്ക് മുക്കി. ആ പൈപ്പിൻ്റെ പകുതി പോർഷൻ എന്ത് കയറി മക്കളെ? വാട്ടർ കയറി. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ദ എയർ കോളം ഈസ് നൗ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവൻ്റെ പകുതി പോർഷൻ എന്ത് കയറി മക്കളെ? വാട്ടർ കയറി. അവൻ്റെ പകുതി പോർഷനിലും എന്ത് കയറി മക്കളെ? വാട്ടർ കയറി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ അവൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? ട്രൈ ചെയ്തേ. A pipe open at both ends has fundamental frequency F in air. The pipe is dipped vertically in water so that half of it is water. The fundamental frequency of the air column is now. The fundamental frequency of the air column is now.
ആൻസർ ഓപ്ഷൻ 3 എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ 3 എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ആൻസർ അത് തന്നെയാണോ എന്ന്. എഫ് തന്നെയാണ് അല്ലേ? അതെ മക്കളെ, ഇനിഷ്യലി അവൻ്റെ 2 എൻഡും എന്തായിരുന്നടാ? ഇനിഷ്യലി അവൻ്റെ 2 എൻഡും ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഓപ്പൺ പൈപ്പാണ്. അപ്പോൾ ഇനിഷ്യലി ഉള്ളത് അവൻ ഓപ്പൺ പൈപ്പാണ്. അപ്പോൾ ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് അവർ എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് അവർ എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അസ്യൂം ചെയ്യുന്നു ഇവൻ്റെ ലെങ്ത് എത്രയാണെന്ന് അസ്യൂം ചെയ്യുന്നു മക്കളെ. അവൻ്റെ ലെങ്ത് എൽ എന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്ര മക്കളെ? ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/2L ആണ്. സോ V/2L ഈസ് ഗിവൺ ആസ് എഫ്. അപ്പോൾ ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/2L ആണ്. സോ V/2L ഈസ് ഗിവൺ ആസ് വാട്ട്? V/2L ഈസ് ഗിവൺ ആസ് എഫ്. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ വാട്ടർ ഫിൽ ചെയ്തു, അല്ലെങ്കിൽ അതിനെ വെള്ളത്തിലേക്ക് മുക്കി വെച്ചു. അപ്പോൾ ഇപ്പോൾ എത്ര എയർ കോളമേ അവൈലബിൾ ആയിട്ടുള്ളൂ? അവൻ്റെ പകുതി. അപ്പോൾ നേരത്തെ അവൻ എത്ര ലെങ്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഇനിഷ്യൽ ലെങ്ത് എത്ര ആയിരുന്നു? എൽ. ഇപ്പോൾ എയർ കോളം എത്ര കേസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ? L/2 റീജിയനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവൻ്റെ ഒരു എൻഡിൽ വാട്ടർ നിറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവനെ നമുക്കിനി എന്തായിട്ട് എടുക്കേണ്ടി വരും മക്കളെ? ക്ലോസ്ഡ് പൈപ്പായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇനി അവനെ നമുക്ക് എന്തായിട്ട് എടുക്കേണ്ടി വരും? ക്ലോസ്ഡ് പൈപ്പായിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് F' എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പം ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഫോർമുല V/4L ആണ്. ഇവിടെ എല്ലിൻ്റെ സ്ഥാനത്ത് എത്രയാണെന്ന് കൊടുക്കേണ്ടി വരും മക്കളെ? L/2 എന്ന് പറയുന്നത് കൊടുക്കേണ്ടി വരും. കാര്യം L/2 എയർ കോളം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ കേസിൽ ഇവ ഏത് പൈപ്പായിട്ട് മാറി? ക്ലോസ്ഡ് പൈപ്പായിട്ട് മാറി. ക്ലോസ്ഡ് പൈപ്പായിട്ട് മാറിയാൽ ഇപ്പോഴത്തെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/2L ആണ്. ഓർത്ത് വെച്ചേക്കുക, ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/4L ആണ്. ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/4L ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഫുൾ ലെങ്ത് എയർ കോളം അവൈലബിൾ അല്ല. പകുതി ലെങ്തിലുള്ള എയർ കോളം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലിൻ്റെ സ്ഥാനത്ത് L/2 എന്ന് ഇടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 2ഉം 4ഉം വെട്ടിയാൽ വീണ്ടും എന്ത് തന്നെ കിട്ടും മക്കളെ? V/2L എന്ന് തന്നെ കിട്ടും. V/2L ആരാ മക്കളെ? എഫ് ആണ്. ഓക്കെ, അപ്പോൾ F' എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും മക്കളെ? എഫ് തന്നെ കിട്ടും. അപ്പോൾ ഇപ്പോഴും അവൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ത് തന്നെയാണ് മക്കളെ? എഫ് തന്നെയാണ്. അതിൻ്റെ പകുതി പോർഷനിൽ വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും അവൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയാണെന്ന് തന്നെ കിട്ടും? എഫ് എന്ന് തന്നെ കിട്ടും. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/2L ആണ്. ഓക്കെ, ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/4L ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/2L-ഉം ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/4L-ഉം ആയിരിക്കണം. ഓക്കെ ആണല്ലോ? കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഇത് മിക്കപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ: വെൻ 2 moles ഓഫ് മോണോ അറ്റോമിക് ആൻഡ് 3 moles ഓഫ് ഡയറ്റോമിക് ഗ്യാസ് ആർ മിക്സ്ഡ് ടുഗദർ, ദെൻ ദ വാല്യൂ ഓഫ് CP വിൽ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മിക്സ്ചറിൻ്റെ CP ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഒരു മിക്സ്ചറിൻ്റെ CP ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വെൻ 2 moles ഓഫ് മോണോ അറ്റോമിക് ആൻഡ് 3 moles ഓഫ് diatomic gas are mixed together, then value of CP will be എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ മിക്സറിൻ്റെ CPയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. അപ്പോൾ എപ്പോഴും ആലോചിച്ച് വെച്ചേക്കണം, ഒരു മിക്സ്ചറിൻ്റെ CP ആണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് CP ഓഫ് മിക്സർ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, CP ഓഫ് മിക്സറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് N1CP1 പ്ലസ് N2CP2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്നാണ് കേട്ടോ. N1CP1 പ്ലസ് N2CP2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് CP മിക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതാണ് CP മിക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതെല്ലാവരും ഓർത്ത് വെച്ചേക്കണം കേട്ടോ. N1CP1 പ്ലസ് N2CP2 ബൈ N1 പ്ലസ് N2. ഓക്കെ, അപ്പോൾ 2 ഐഡിയൽ ഗ്യാസസ് മിക്സ് ചെയ്താൽ അത് മിക്സറിൻ്റെ CP കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് N1CP1 പ്ലസ് N2CP2 ബൈ N1 പ്ലസ് N2. ഇനി CV മിക്സ്, CV ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ, മിക്സറിൻ്റെ CV ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല N1CV1 പ്ലസ് N2CV2 ബൈ N1 പ്ലസ് N2 എന്നാണ്.
ഓക്കെ, അപ്പോൾ മിക്സറിൻ്റെ സി പി ആണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫോർമുല N1CP1 പ്ലസ് N2CP2 ബൈ N1 പ്ലസ് N2 എന്നാണ്. അത് കണക്ക് സി വി ഓഫ് ദ മിക്സർ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഫോർമുല N1CV1 പ്ലസ് N2CV2 ബൈ N1 പ്ലസ് N2 എന്നാണ്. ഇനി ഗാമ ഓഫ് മിക്സർ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നിങ്ങൾ സി പി മിക്സ് ബൈ സി വി മിക്സ് എന്നങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ താഴത്തെ N1 പ്ലസ് N2 N1 പ്ലസ് N2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഫോർമുല N1CP1 പ്ലസ് N2CP2 ബൈ N1CV1 പ്ലസ് N2CV2. ഓക്കെ ആണല്ലോ. ഓക്കെ മക്കളെ, ഇനി എങ്ങനെ സി പി പെട്ടെന്ന് ഓർത്തിരിക്കുക. സി വി എല്ലാവർക്കും അറിയാം മക്കളെ. സി വി കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. സി വിയുടെ ഫോർമുല എന്ന് പറയുന്നത് F/2R ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. എടാ കേട്ടോ, എഫ് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അങ്ങനെയാണെങ്കിൽ സി പി എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? സി പി എന്ന് പറഞ്ഞാൽ സി വി പ്ലസ് ആർ ആണ്. സി പി എന്ന് പറയുന്ന സി വി പ്ലസ് ആർ ആണ്. കേട്ടോ, സി പി എന്ന് പറയുന്ന ആരാ മക്കളെ? സി വി പ്ലസ് ആർ ആണ്. സി വിൻ്റെ ഫോർമുല F/2R ആണ്, വേർ എഫ് ഈസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ സി പി എന്ന് പറയുന്ന സി വി പ്ലസ് ആർ ആണ്. സോ സി പി ഈസ് ഈക്വൽ ടു സി വിക്ക് എന്ത് കൊടുക്കാം മക്കളെ? സി വിക്ക് F/2R എന്ന് കൊടുക്കാം. അപ്പോൾ F/2R പ്ലസ് എന്തെന്ന് കിട്ടും മക്കളെ? ആർ എന്ന് പറയുന്നത് കിട്ടും. F/2R പ്ലസ് ആർ എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ സി പിയുടെ ഫോർമുല എന്ന് പറയുന്നത് F/2 പ്ലസ് 1 ഇൻറ്റു ആർ എന്ന് കിട്ടും. F/2 പ്ലസ് 1 ഇൻറ്റു ആർ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതാണ് സി പിയുടെ ഫോർമുല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ സി വിയുടെ ഫോർമുലയും സി പിയുടെ ഫോർമുല എപ്പോഴും ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ സി വി എന്ന് പറയുന്നത് F/2 ഇൻറ്റു ആർ ആണ്. അത് കണക്ക് സി പി എന്ന് പറയുന്നത് F/2 പ്ലസ് 1 ഇൻറ്റു ആർ ആണ്. ഓക്കെ, ഇനി എന്താ മക്കളെ? ആദ്യത്തെ ഗ്യാസ് ഏത് ഗ്യാസാണ്? മോണോറ്റോമിക് ഗ്യാസാണ്. മോണോറ്റോമിക് ഗ്യാസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന 3 ആണ്. അങ്ങനെയാണെങ്കിൽ സി പി വണ്ണിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് മോണോറ്റോമിക് ഗ്യാസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് 3/2 പ്ലസ് 1 ഇൻറ്റു ആർ എന്ന് പറയുന്ന വരും. സോ ദാറ്റ് ഈസ് 3/2 പ്ലസ് 1 ഇൻറ്റു ആർ എന്ന് പറയുന്ന വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്താ മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു 5/2 ആർ ആയിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? ദാറ്റ്സ് ഈക്വൽ ടു 5/2 ആർ ആയിരിക്കും. ഇനി അടുത്ത ഗ്യാസ് ഏതാ മക്കളെ? അടുത്ത ഗ്യാസ് എന്ന് പറയുന്നത് ഡയറ്റോമിക് ഗ്യാസ് ആണ്. ഡയറ്റോമിക് ഗ്യാസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എല്ലാവർക്കും അറിയാം. ഡയറ്റോമിക് ഗ്യാസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഗ്യാസിൻ്റെ സി പി എന്ന് പറയുന്നത് എഫിൻ്റെ സ്ഥാനത്ത് 5 എന്ന് പറയുന്നത് ഇട്ട് കൊടുക്കണം. 5/2 പ്ലസ് 1 ഇൻറ്റു ആർ എന്ന് കിട്ടും. 5/2 പ്ലസ് 1 ഇൻറ്റു ആർ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കണം മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു 7/2 ആർ ആയിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു 7/2 ആർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സി പി കിട്ടി. ഓക്കെ, അടുത്ത എന്താ നമുക്ക് വേണ്ടത്? സി പി വണ്ണും കിട്ടി, സി പി ടൂവും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സി പി ഓഫ് മിക്സർ ആണ് വേണ്ടത്. ആ മിക്സറിൻ്റെ സി പി ആണ് വേണ്ടത്. മക്കളെ ഇത് എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു മോഡലാണ്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത് കേട്ടോ. അപ്പോൾ സി പി ഓഫ് മിക്സർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. ഫസ്റ്റ് ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ് അല്ലേ? അവൻ്റെ സി പി വൺ എന്ന് പറയുന്നത് 5/2 ആണ്. 5/2 ആർ പ്ലസ് സെക്കൻഡ് ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 3 ആണ്. സെക്കൻഡ് ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു അവൻ്റെ സി പി ടു എന്ന് പറയുന്നത് 7/2 ആർ ആണ്. അവൻ്റെ സി പി ടു എന്ന് പറയുന്നത് 7/2 ആർ ആണ്. ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്ന് പറയുന്ന വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 2 പ്ലസ് 3 എന്ന് പറയുന്ന വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്ന് പറയുന്ന വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 2 പ്ലസ് 3 എന്ന് പറയുന്ന വരും. അപ്പോൾ ഇതെത്ര ഒരു മക്കളെ? ഇത് 10R ആണ്, ഇത് 21R ആണ് അല്ലേ? അപ്പോൾ 10R പ്ലസ് 21R എന്ന് പറയുന്നത് 31R എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 31R എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ഇനി താഴെ എന്ത് വരും? താഴത്തെ ഡിനോമിനേറ്റർ 2 ആണ്. പിന്നെ ആരും കൂടെ വരും? 2 പ്ലസ് 3യുടെ 5 ഉണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 31R/10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 31R/10 എന്ന് പറയുന്നത് കിട്ടും. മക്കളെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ സി പി മിക്സറിൻ്റെ സി പി കിട്ടി. അപ്പോൾ മിക്സറിൻ്റെ സി പി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 31R ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ മിക്സറിൻ്റെ സി പി കിട്ടി. മിക്സറിൻ്റെ സി പി എന്ന് പറയുന്നത് 31R ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. അതെ, മോണോൻ്റെ ഡയാ സി പി ആൻഡ് സി വി വാല്യൂ പഠിച്ച് വെച്ചേക്കും. ഒന്നുമില്ല മക്കളെ, സി വി F/2 ആർ ആണ്. സി പി എന്ന് പറയുന്നത് F/2 പ്ലസ് 1 ഇൻറ്റു ആർ ആണ്. എഫ് പഠിച്ച് വയ്ക്കാൻ പാടൊന്നുമില്ല. മോണോറ്റോമിക് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. ഡയറ്റോമിക് ആണെങ്കിൽ 5 ആണ്. എന്താ ബുദ്ധിമുട്ട്? മോണോറ്റോമിക് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. ഡയറ്റോമിക് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 5 ആണ്.
അപ്പോൾ ഇതും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു CV മിക്സ് ആണ് ചോദിക്കുന്നതെങ്കിലും ഫോർമുല സിമിലർ തന്നെയാണ്. N1 CV1 പ്ലസ് N2 CV2 ബൈ N1 പ്ലസ് N2 എന്ന് വരും. CVയുടെ ഫോർമുല F/2 R എന്നാണ്. ഓക്കെ, മോണോറ്റോമിക് ആണെങ്കിൽ F എന്ന് പറയുന്നത് 3 ആണ്, ഡയറ്റോമിക് ആണെങ്കിൽ F എന്ന് പറയുന്നത് 5 ആണ്. ഇനി ഗാമ ഓഫ് മിക്സർ ആണ് വേണ്ടതെങ്കിൽ CP മിക്സ് ഡിവൈഡഡ് ബൈ CV മിക്സ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. മക്കളെ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കും. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഓസിലേഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് 3 സെൻറ്റിമീറ്റർ. അപ്പം അവൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ SHM-ലാണ്. അപ്പോൾ അവൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അവൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. വെൻ ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് 2 സെൻറ്റിമീറ്റർ ഫ്രം ദ മീൻ പൊസിഷൻ, അതായത് എക്സ് എന്ന് പറയുന്ന എത്ര സെൻറ്റിമീറ്റർ ആണ് മക്കളെ? എക്സ് എന്ന് പറയുന്ന 2 സെൻറ്റിമീറ്റർ ആണ്, ആണോ? അപ്പോൾ എക്സ് എന്ന് പറയുന്ന 2 സെൻറ്റിമീറ്റർ ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഇറ്റ്സ് ആക്സിലറേഷൻ. അതായത് ഇവൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇറ്റ്സ് ടൈം പീരിയഡ് എൻഡ് സെക്കൻഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ടൈം പീരിയഡ് എത്ര? അപ്പോൾ ഒരു പാർട്ടിക്കിൾ SHM-ലാണ്, അവൻ്റെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അവൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഗിവൺ ആസ് 3 സെൻറ്റിമീറ്റർ. ഇനി അവൻ വെൻ ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് 2 സെൻറ്റിമീറ്റർ ഫ്രം ദ മീൻ പൊസിഷൻ, അവൻ മീൻ പൊസിഷനിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ അകലെ ഇരിക്കുമ്പോൾ, അല്ലേ, എന്താ പറഞ്ഞിട്ടുള്ളത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഇറ്റ്സ് ആക്സിലറേഷൻ. അപ്പോൾ അവൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും അവൻ്റെ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ടൈം പീരീഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ട്രൈ ചെയ്ത് മക്കളെ, പെട്ടെന്ന് ചെയ്തേ. അപ്പോൾ വെലോസിറ്റിയുടെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. ഒമേഗ ഇൻറ്റു √(a²-x² എന്നാണ്, അല്ലേ? വെലോസിറ്റിയുടെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം, ഒമേഗ ഇൻറ്റു √(a²-x² എന്നാണ്. ആക്സിലറേഷൻ -ω²x എന്നാണ്. അപ്പോൾ അവൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ ω²x എന്ന് കിട്ടും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -ω²x എന്നാണ്, പക്ഷേ അവൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ ω²x എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒമേഗ ക്യാൻസൽ ആവും. ഞാൻ രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു മക്കളെ? ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു. ചെയ്താൽ ഇതെന്തെന്ന് കിട്ടും? ഇവിടുത്തെ റൂട്ട് അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇത് a² - x² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ സ്ക്വയർ ചെയ്തല്ലോ, അപ്പോൾ ω² ആയിട്ട് മാറും. എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും മക്കളെ? x² മാറും. ഒമേഗ എന്ന് പറയുന്ന ω² ആയിട്ട് മാറും, എക്സ് എന്ന് പറയുന്ന x² ആയിട്ട് മാറും. ഇനി ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ എത്ര മക്കളെ? 3ൻ്റെ സ്ക്വയർ 9 ആണ്. എക്സ് 2 ആണ്. 2ൻ്റെ സ്ക്വയർ എത്ര മക്കളെ? 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന 4 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ω² ഇൻറ്റു എക്സ് എത്രയാണ്? 2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ മക്കളെ, എല്ലാം സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ സെൻറ്റിമീറ്ററിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നിൽക്കേണ്ട, ക്യാൻസൽ ആയി പോയിക്കോളും. കാര്യം ഇവിടെ a² ഉണ്ട്, ഇവിടെ x² ഉണ്ട്, ഇവിടെ x² ഉണ്ട്, എല്ലാം സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്തായാലും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് നമ്മൾ വീണ്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ 9 - 4 5 എന്ന് കിട്ടും. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു ω² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു ω² എന്ന് പറയുന്നത് കിട്ടും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒമേഗ എത്രയാണെന്ന് കിട്ടും മക്കളെ? അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് √5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് √5 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. നമുക്ക് ടൈം പീരീഡ് ആണ് വേണ്ടത്. അപ്പോൾ ഒമേഗനെ നമുക്ക് 2π/t എന്ന് എഴുതാം. അപ്പോൾ 2π/t ഈസ് ഈക്വൽ ടു √5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ഒമേഗ √5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഒമേഗയ്ക്ക് നമുക്ക് 2π/t എന്ന് കൊടുക്കാം. അപ്പോൾ 2π/t ഈസ് ഈക്വൽ ടു √5 ഡിവൈഡഡ് ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് t ആണ് വേണ്ടത്. സോ ദാറ്റ്സ് ഈക്വൽ ടു 4π ഡിവൈഡഡ് ബൈ √5 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് 4π ഡിവൈഡഡ് ബൈ √5 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് 4π ഡിവൈഡഡ് ബൈ √5 എന്ന് പറയുന്നത് കിട്ടും. മക്കളെ, ആൻസർ ഒന്നും ആരും കമൻറ്റ് ചെയ്ത് കാണുന്നില്ല, കുറവാണല്ലോ, എന്ത് പറ്റി? കമൻറ്റ് ബോക്സിൽ ആൻസർ ഒന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്.
പക്ഷേ ഇത് സിമ്പിളാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ജെഇ മെയിൻസൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഈ ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡിഫിക്കൽറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റിയും വന്നിട്ടുള്ളത് അല്ലേ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വെരി ടഫായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ നോക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആക്കുക. ഒത്തിരി ടഫ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നൊന്നും ആരും പറയുന്നില്ല, വളരെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതും വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. ടൈം പീരീഡ് എന്ന് പറയുന്നത് 4π / √5 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യനും സെയിം ഓസിലേഷനിൽ നിന്ന് തന്നെയാണ്. ദ എക്സ്ടി ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ അണ്ടർഗോയിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഷോൺ ബിലോ. മക്കളെ, അതായത് ഒരു പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ എക്സ്ടി ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സലേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് t = 4/3 സെക്കൻഡ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആക്സലേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് t = 4/3 സെക്കൻഡ്, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. Acceleration of the particle at t = 4/3 second, that is the question. ഓക്കെ ആണല്ലോ. ഓക്കെ, പറോക്കളെ, അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് എക്സിൻ്റെ വേരിയേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഏത് ഫംഗ്ഷനാണ് മക്കളെ? ഒരു സൈൻ ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ് എന്ന് പറയുന്ന സൈൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. കാര്യം ഇതൊരു പ്യുവർ ആയിട്ടുള്ള സൈൻ വേവ് ആണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് a sin ω t എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ x = നമുക്ക് എന്തെന്ന് കൊടുക്കാം മക്കളെ? x = a sin ω t എന്ന് പറയുന്നത് കൊടുക്കാം. ഓക്കെ ആണല്ലോ. x = a sin ω t എന്ന് കൊടുക്കാം. സോ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? പറയൂ, ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. മാറ്റാൻ നിൽക്കേണ്ട കാര്യം എന്താ? ഓപ്ഷൻ എല്ലാം cm/s² പറഞ്ഞിരിക്കുന്നത്, m/s² പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എല്ലാം cm/s² പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 cm മാറ്റാനൊന്നും നിൽക്കേണ്ട. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു സൈൻ ഒമേഗ. ഒമേഗയ്ക്ക് നമുക്ക് 2π/t എന്ന് പറയുന്നത് കൊടുക്കാം അല്ലേ. ഒമേഗ ക്യാൻ ബി റിട്ടൺ ആസ് 2π/ ടൈം പീരിയഡ്. സോ വാട്ട് ഈസ് എ ടൈം പീരിയഡ്? 8 ആണ്. 8 സെക്കൻഡ് ആണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് 2π/8 എന്തെന്ന് കിട്ടും മക്കളെ? 2π/8 t എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. എക്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സൈൻ പറോക്കളെ 2/8 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ സൈൻ π/4 t എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. അപ്പോൾ എക്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സൈൻ π/4 t. കാര്യം ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് പ്യുവർ ആയിട്ടുള്ള ഒരു സൈൻ വേവ് ആണ് അല്ലേ. അപ്പോൾ x = സൈൻ വേവിൻ്റെ ഇക്വേഷൻ a sin ω t ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എത്ര മക്കളെ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. ഒമേഗയ്ക്ക് നമുക്ക് 2π/t എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അവൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം 8 സെക്കൻഡ് ആണ്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി. പക്ഷേ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? ആക്സിലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആക്സിലറേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് -ω²x ആണ് അല്ലേ. ആക്സിലറേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് -ω²x ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -ω ആരാ മക്കളെ? ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4π²/t² എന്ന് വരും. ഓക്കെ മക്കളെ, ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. അപ്പോൾ ഒമേഗയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4π²/t² ആണ്. ടൈം പീരീഡ് 8 സെക്കൻഡ് ആണ്. അപ്പോൾ 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്. 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്. ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ π/4 t ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ π/4 t ആണ്. ഓക്കെ, ഇനി അവർ ഏത് ടൈമിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്? അവർ t = 4/3 കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എത്ര വരും മക്കളെ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -π² / 4/64 എന്ന് പറഞ്ഞാൽ 16 ആണ്. 4/64 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റു സൈൻ π/4 ഇൻറ്റു ഏത് ടൈമിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്? 4/3 സെക്കൻഡിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈമിൻ്റെ അവിടെ 4/3 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആര് ക്യാൻസൽ ആയി പോകും മക്കളെ? 4ഉം 4ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇവിടെ എന്ത് വരും മക്കളെ? സൈൻ π/3 എന്ന് പറയുന്ന വരും. അപ്പോൾ സൈൻ π/3 എല്ലാവർക്കും അറിയാം. സൈൻ π/3 എന്ന് പറഞ്ഞാൽ √3/2 ആണ് അല്ലേ. അപ്പോൾ സൈൻ π/3 എല്ലാവർക്കും അറിയാം. സൈൻ π/3 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് -√3π²/32 എന്ന് വരും.
അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് -√3π² ഡിവൈഡഡ് ബൈ 32 എന്ന് വരും. അപ്പോൾ ആൻസർ -√3π² ഡിവൈഡഡ് ബൈ 32 എന്ന് വരും. ഓപ്ഷൻ 1 ആണോ? ഓപ്ഷൻ 1 ആണോ? അല്ലല്ലോ. ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 4 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ആൻസർ 4 ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ആൻസർ 1 അല്ല, ആൻസർ 4 ആണ്. കാര്യം ഈ ക്വസ്റ്റ്യനിൽ ഇതാ നോക്കുക, ഓപ്ഷനിൽ സൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അവർ, കേട്ടോ. ഓപ്ഷനിൽ സൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈനും കൂടെ വരുന്ന ആൻസറേ നമ്മൾ എടുക്കാവുള്ളൂ. ആക്സലേഷൻ ഓഫ് ഫോർമുല ω²x എന്നല്ല, ആക്സലേഷൻ ഓഫ് ഫോർമുല -ω²x എന്നാണ്, അല്ലേ? ഒമേക്ക് 2π/t എന്ന് കൊടുക്കാം. ടി എന്ന് പറയുന്നത് എത്രയാണെന്ന് വരും മക്കളെ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 8 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതാ വരുന്നു, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വരും. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൂൾസ് ഫ്രം 70 ഡിഗ്രി സെൽഷ്യസ് ടു 60 ഡിഗ്രി സെൽഷ്യസ് ഇൻ ഫസ്റ്റ് 5 മിനിറ്റ്. അപ്പോൾ ഒരു ബോഡി 70 നിന്ന് 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി, അല്ലേ? എത്ര സമയം കൊണ്ട്? ആദ്യ 5 മിനിറ്റ് കൊണ്ട്. ആൻഡ് ടു 54 ഡിഗ്രി സെൽഷ്യസ്, അതായത് 60 നിന്ന് 54 എത്തി. 60 to 54 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 60 നിന്ന് 54 എത്ര ഇൻ ദ നെക്സ്റ്റ് 5 മിനിറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒരു വാട്ടർ ഉണ്ട്. വാട്ടർ 70 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 60 ഡിഗ്രി സെൽഷ്യസിലെത്തി 5 മിനിറ്റ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 മിനിറ്റിൽ 54 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി. അതായത് 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 54 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഫോർമുല എന്താ മക്കളെ? വാട്ട് ഈസ് ദ ഫോർമുല ഇൻ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? നമുക്കറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഫോർമുല dT/dt ഈസ് ഈക്വൽ ടു -k × T - T0 എന്നാണ്, അല്ലേ? dT/dt എന്ന് പറയുന്നത് -k × T - T0 എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ dT/dt ഈസ് ഈക്വൽ ടു -k × T - T0 എന്നാണ്. ഞാൻ മൈനസ് ഒന്നും എടുക്കുന്നില്ല, നമുക്കല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ dT/dt ഈസ് ഈക്വൽ ടു എന്താ മക്കളെ ഫോർമുല? -k × T - T0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് dt? dt എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 70 നിന്ന് 60 പോയി. ഓക്കെ, അപ്പോൾ dT/dt ഈസ് ഈക്വൽ ടു -k × T - T0 എന്നാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ കേസിൽ അവർ 70 നിന്ന് 60 പോയി. അങ്ങനെയാണെങ്കിൽ dt എന്ന് പറയുന്നത് നമുക്ക് 10 എന്ന് പറയുന്നത് എടുക്കാം. ടൈം ടേക്കൺ എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. ടൈം ടേക്കൺ എന്ന് പറയുന്ന 5 മിനിറ്റ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു k × വാട്ട് ഈസ് t? ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡിയാണ്. അപ്പോൾ ബോഡിയുടെ ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. ബോഡിയുടെ ടെമ്പറേച്ചർ 70 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ബോഡിയുടെ ടെമ്പറേച്ചർ എന്താക്കി എടുത്താൽ മതി? ആവറേജ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 70 + 60 ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 130 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ 130 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 130 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 65 ആണ്. അങ്ങനെയാണെങ്കിൽ അത് 65 - T0 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കണം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ആണ് എന്ന് പറഞ്ഞാൽ T0 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത കേസിലോട്ട് പോവാം. നമുക്ക് അടുത്ത കേസിലോട്ട് പോവാം. അടുത്ത കേസിൽ എന്താ സംഭവിക്കുന്നത്? ബോഡിയുടെ ടെമ്പറേച്ചർ 60 നിന്ന് 54 അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 60 - 54 എന്ന് പറയുന്ന 6 എന്ന് കിട്ടും. ഓക്കെ, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 60 - 54. സോ ദാറ്റ്സ് ഈക്വൽ ടു 6. അവിടെ എടുക്കുന്ന ടൈം എത്ര തന്നെയാണ് മക്കളെ? അവിടെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 5 തന്നെയാണ്. കോൺസ്റ്റൻറ്റ് നമുക്ക് എന്ത് തന്നെ എടുക്കാം? കോൺസ്റ്റൻറ്റ് k എന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ബോഡിയുടെ ടെമ്പറേച്ചർ 60 നിന്ന് 54 പോയത്. അപ്പോൾ ബോഡിയുടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അവിടെയും നമ്മൾ ബോഡിയുടെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ആവറേജ് എടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ എത്ര എന്ന് വരും മക്കളെ? 60 + 54 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും.
ഓക്കെ 60 പ്ലസ് 54 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന വരും. അപ്പോൾ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ 114 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 57 എന്ന് പറയുന്നത് കിട്ടും. സോ അവിടെ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന 57 എന്ന് പറയുന്നത് കിട്ടും. മൈനസ് എന്തെന്ന് കിട്ടും മക്കളെ മൈനസ് T0 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ ഡെൽറ്റ എടുത്താലും മതി, ഡി ടിക്ക് പകരം ഡെൽറ്റ എടുത്താലും മതി മക്കളെ ഇനി കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ അപ്പോൾ എന്ത് പറ്റും, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? T0 ആണ് നമുക്ക് വേണ്ടത്. കിട്ടുമെന്നൊന്ന് നോക്കാം, കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്. ഓക്കെ അപ്പോൾ എത്ര കിട്ടും? 2 കൂടെ ഡിവൈഡ് ചെയ്താൽ ഇത് 10 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് കിട്ടും. 2 കൂടെ ഡിവൈഡ് ചെയ്താൽ 5 ക്യാൻസൽ ആയി പോകും. സോ ദാറ്റ് വിൽ ബി 10 ഡിവൈഡഡ് ബൈ 6. ഇവിടെ കെയും വെട്ടിപ്പോവും. അപ്പോൾ എത്രയാണെന്ന് കിട്ടും? 65 മൈനസ് T0 ഡിവൈഡഡ് ബൈ 57 മൈനസ് T0 എന്ന് പറയുന്നത് കിട്ടും. പറയല്ലേ? അപ്പോൾ 10 6 വെട്ടിയാൽ എത്രയാണെന്ന് കിട്ടും മക്കളെ? 10 6 വെട്ടിയാൽ 5 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് കിട്ടും. ആണോ? അപ്പോൾ എന്ത് കിട്ടും? 5 × 57 എന്ന് പറയുന്നത് കിട്ടും. മക്കളെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തേടാ. 5 × 57 എത്ര കിട്ടും? 285 എന്ന് പറയുന്നത് കിട്ടും. ആണോ? മൈനസ് എന്തെന്ന് കിട്ടും മക്കളെ? മൈനസ് 5T0 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? സോ ദാറ്റ്സ് ഈക്വൽ ടു 3 × 65 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അത് എത്രയാണെന്ന് കിട്ടും മക്കളെ? സോ ദാറ്റ് വിൽ ബി 195 എന്ന് പറയുന്നത് കിട്ടും. മൈനസ് എന്തെന്ന് കിട്ടും? മൈനസ് 3T0 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ അപ്പോൾ 285 മൈനസ് 195 എന്ന് പറഞ്ഞാൽ 90 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 5T0 മൈനസ് 3T0 എന്ന് പറഞ്ഞാൽ 2T0 ആണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ആണ് വേണ്ടത്. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് എന്ന് പറയുന്നത് 90 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് കിട്ടും. സോ വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്? സോ ദാറ്റ് വിൽ ബി 45 ഡിഗ്രി സെൽഷ്യസ്. മക്കളെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവാണല്ലോടാ. എന്ത് പറ്റി? നിങ്ങളൊന്നും പ്രോബ്ലം ചെയ്യുന്നില്ലേ? ചുമ്മാ നോക്കിയിരിക്കുന്നേ ഉള്ളോ? ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മക്കൾ ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. dt/dt ഈസ് ഈക്വൽ ടു മൈനസ് k × t മൈനസ് T0. ഓക്കെ dt/dt ഈസ് ഈക്വൽ ടു മൈനസ് k × t മൈനസ് T0. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡിയാണ്. T0 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി എടുക്കുമ്പം 70-ൽ നിന്ന് 60-ലേക്ക് പോകുമ്പോൾ നമ്മൾ അവൻ്റെ ആവറേജ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ 70 പ്ലസ് 60 ഡിവൈഡഡ് ബൈ 2 ആണ് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ടൈപ്പ് പ്രോബ്ലംസും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മക്കളെ ഇതും അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. തെർമൽ പ്രോപ്പർട്ടിയിലെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ഇവിടെ 2 മെറ്റൽ സ്പിയർ ഉണ്ട്. A and B are made up of same material and also have identical surfaces. Both spheres are heated to same temperature, then placed in a chamber which is at a lower temperature, thermally insulated from each other. If ratio of masses of A and B is 3:1, then the ratio of their initial rate of cooling ആണ് ചോദിച്ചിരിക്കുന്നത്. ആണോ മക്കളെ? ഇവിടെ റേറ്റ് ഓഫ് കൂളിങ്ങിൻ്റെ ഫോർമുലയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ റേറ്റ് ഓഫ് എനർജി ലോസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ EA T⁴ മൈനസ് T⁴ എന്നാണ്. പക്ഷേ ഇവിടെ റേറ്റ് ഓഫ് കൂളിങ്ങിൻ്റെ ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ 2 metallic sphere A and B are made up of same material and also have identical surfaces. Surface area identical എന്നല്ല പറഞ്ഞിരിക്കുന്നത്, identical surfaces എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Both spheres are heated to same temperature and are then placed in chamber which is at low temperature, thermally insulated from each other. Ratio of mass of A and B is 3:1. Then ratio of their initial rate of cooling എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റേറ്റ് ഓഫ് എനർജി റേഡിയേറ്ററിൻ്റെ ഫോർമുല എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. റേറ്റ് ഓഫ് എനർജി റേഡിയേറ്ററിൻ്റെ ഫോർമുല dQ/dt ആണ് അല്ലേ? അല്ലെങ്കിൽ നെറ്റ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ EA × T⁴ മൈനസ് T⁴ എന്നാണ് അല്ലേ? ഇവിടെ DQന് നമുക്ക് എന്തെന്ന് എഴുതാം മക്കളെ? DQന് നമുക്ക് MS × DT എന്ന് എഴുതാം. ഓക്കെ ക്യൂന് നമുക്ക് MS ∆T എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ DQന് നമുക്ക് MS × DT എന്ന് എഴുതാമല്ലോ. DQന് നമുക്ക് MS × DT എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ dT/dt റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ.
അവിടെ ഒരു മൈനസ് സൈനൊക്കെ ഉണ്ട്, ഞാനത് എടുത്തില്ലെന്നേ ഉള്ളൂ. dt/dt-നെയാണ് റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് എടുക്കുന്നത്. ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം വെച്ചാണ് പ്രോബ്ലം ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ EA ഡിവൈഡഡ് ബൈ MS. സിഗ്മ EA ഡിവൈഡഡ് ബൈ MS ഇൻറ്റു T⁴ മൈനസ് T⁴. T⁴ മൈനസ് T⁴. അപ്പോൾ ഈ dt/dt ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഞാൻ സൈനൊന്നും പറഞ്ഞിട്ടില്ല. ഈ dt/dt-നെയാണ് റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ dt/dt-നെയാണ് എന്തെന്ന് പറയുന്നത് മക്കളെ? റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റിനെ എന്ത് പറഞ്ഞിട്ടുണ്ട്? രണ്ടും ഐഡൻറ്റിക്കൽ ടു മെറ്റാലിക് സ്പിയേഴ്സ് ഓഫ് സെയിം മെറ്റീരിയലാണ്. അപ്പോൾ സിഗ്മ എന്തായാലും കോൺസ്റ്റൻ്റ് ആണല്ലോ, സിഗ്മ കോൺസ്റ്റൻ്റ് ആണ്. രണ്ടും ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ സെയിം ആണ്, എസ് സെയിം ആണ്. രണ്ടും ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ സെയിം ആണ്, എസ് സെയിം ആണ്. ബോത്ത് ആർ ഹീറ്റഡ് ടു സെയിം ടെമ്പറേച്ചർ, അപ്പോൾ ടി സെയിം ആണ്. ആൻഡ് ആർ ദെൻ പ്ലേസ്ഡ് ഇൻ എ ചേംബർ വിച്ച് ഈസ്, അപ്പോൾ ചേംബർ സെയിം ആയിരിക്കും, അപ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് കൂളിങ്ങിൻ്റെ റേഷ്യോ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ആരുടെ റേഷ്യോ എടുത്താൽ മതി മക്കളെ? A/m-ൻ്റെ റേഷ്യോ എടുത്താൽ മതി. ഓക്കെ, എക്ക് എന്ത് കൊടുക്കാം മക്കളെ? എ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ അല്ലേടാ. എ എന്ന് പറഞ്ഞാൽ സ്പിയറിൻ്റെ സർഫസ് ഏരിയ ആണ്. സ്പിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. എ എന്ന് പറഞ്ഞാൽ സ്പിയറിൻ്റെ സർഫസ് ഏരിയ ആണ്. അപ്പോൾ എക്ക് എന്ത് കൊടുക്കാം മക്കളെ? 4πr² എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ അവിടെ 4ഉം കോൺസ്റ്റൻ്റ് ആണ്, 5ഉം കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? dt/dt-യുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ dt/dt പ്രപ്പോർഷണൽ ടു എന്തെന്ന് പറയേണ്ടി വരും മക്കളെ? dt/dt പ്രപ്പോർഷണൽ ടു r² ഡിവൈഡഡ് ബൈ m എന്ന് പറയേണ്ടി വരും. അപ്പോൾ dt/dt എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണൽ ടു r² m എന്ന് എഴുതേണ്ടി വരും മക്കളെ. അപ്പോൾ നമുക്ക് പറയാം r² ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറയുന്ന ആരാ മക്കളെ? മാസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? മാസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് A ബൈ മാസ് ഓഫ് B തന്നിട്ടുണ്ട്. മാസ് ഓഫ് A ഡിവൈഡഡ് ബൈ മാസ് ഓഫ് B തന്നിട്ടുണ്ട്. മാസ് ഓഫ് A ഡിവൈഡഡ് ബൈ മാസ് ഓഫ് B എന്ന് പറയുന്ന 3:1 എന്ന് തന്നിട്ടുണ്ട്. മാസ് ഓഫ് A ഡിവൈഡഡ് ബൈ മാസ് ഓഫ് B എന്ന് പറഞ്ഞാൽ 3:1 എന്ന് തന്നിട്ടുണ്ട്. മാസ് ഓഫ് Aക്ക് നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ സ്പിയർ ആയതുകൊണ്ട് വോളിയം എന്ന് പറയുന്ന 4/3πr³ ആണ്. അപ്പോൾ ഇവിടെ 4/3πra³ എന്ന് പറയുന്നത് വരും. രണ്ടും ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് ഡെൻസിറ്റി സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും മക്കളെ? ρ/3 ഇൻറ്റു π ഇൻറ്റു 4/3. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു 3:1 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു 3:1 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അതാണ് എന്തെന്ന് തന്നിരിക്കുന്ന മക്കളെ? 3:1 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് തന്നിരിക്കുന്ന മക്കളെ? 3:1 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? RA/RB എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും മക്കളെ? ബാക്കി എല്ലാ ടേംസ് ക്യാൻസൽ ആയിപ്പോവും. ρ/4/3യും ρ/4/3 ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ RA/RB എന്ന് പറയുന്നത് 3 എന്തെന്ന് കിട്ടും മക്കളെ? 3/1/3 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ RA/RB എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും മക്കളെ? 3/1/3 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ RA/RB എന്ന് പറയുന്നത് 3/1/3 എന്ന് പറയുന്നത് കിട്ടും. മക്കളെ ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ RA/RB എന്ന് പറയുന്നത് 3/1/3 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? അവർ റേറ്റ് ഓഫ് കൂളിങ്ങിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഇൻഷ്യൽ റേറ്റ് ഓഫ് കൂളിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഷ്യൽ റേറ്റ് ഓഫ് കൂളിങ്ങിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാസിന് എന്ത് കൊടുക്കാം മക്കളെ? മാസിന് ρ ഇൻറ്റു എന്തെന്ന് കൊടുക്കുക? ρ ഇൻറ്റു 4/3πr³ എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ മാസിന് നമുക്ക് ρ ഇൻറ്റു 4/3πr³ എന്ന് പറയുന്നത് കൊടുക്കാം. ഓക്കെ, മാസിന് ρ ഇൻറ്റു 1/3πr³ എന്ന് പറയുന്നത് കൊടുക്കാം. സോ ദാറ്റ് പ്രപ്പോർഷണൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? സോ ദാറ്റ് പ്രപ്പോർഷണൽ ടു 1/r എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ dt/dt എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു 1/r എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ dt/dt ഓഫ് A ഡിവൈഡഡ് ബൈ dt/dt ഓഫ് A ഡിവൈഡഡ് ബൈ dt/dt ഓഫ് B എന്ന് പറയുന്നത് കിട്ടും. dt/dt ഓഫ് A ഡിവൈഡഡ് ബൈ dt/dt ഓഫ് B എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും മക്കളെ? പ്രപ്പോർഷണൽ ടു 1/r അല്ലേടാ. 1/r പ്രപ്പോർഷണൽ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു RB ഡിവൈഡഡ് ബൈ RA എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു RB ഡിവൈഡഡ് ബൈ RA എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ് ഈസ് 1/3 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 1/3 എന്ന് പറയുന്നത് കിട്ടും. 1/√3 ആണോ ആൻസർ? ഞാൻ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയോ? 1/√3 ആണോ ആൻസർ? മക്കളെ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റേറ്റ് ഓഫ് കൂളിങ്ങിൻ്റെ കാര്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് കൂളിങ്ങിൻ്റെ ഫോർമുല എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ സിഗ്മ EA എക്ക് എന്തിട്ട് കൊടുക്കാം മക്കളെ? എക്ക് നമുക്ക് πr² എന്നിട്ട് കൊടുക്കാം.
അപ്പോൾ എക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തെന്ന് കിട്ടും, ഡി ടി ബൈ ഡി ടി എന്ന് പറയുന്നത്, സോറി എക്ക് പൈ ആർ സ്ക്വയർ അല്ല 4 പൈ ആർ സ്ക്വയർ സർഫസ് ഏരിയ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 4 പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു എസ്. ഓക്കെ മക്കളെ, ഇപ്പോൾ ഇവിടെ വേറൊരു പോസിബിലിറ്റി ഉണ്ട്. കാര്യം ക്വസ്റ്റ്യനിൽ ഐഡൻറ്റിക്കൽ സർഫസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, അപ്പം അവരുടെ സർഫസ് ഏരിയ ഐഡൻറ്റിക്കൽ ആകൂലേ എന്ന് ചിന്തിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ മാസ് എന്ത് പറ്റും? സർഫസ് ഏരിയ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ റേഡിയസ് ഐഡൻറ്റിക്കൽ ആയല്ലേ പറ്റത്തുള്ളൂ. റേഡിയസ് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ വോളിയം ഐഡൻറ്റിക്കൽ ആയല്ലേ പറ്റത്തുള്ളൂ. വോളിയം ഐഡൻറ്റിക്കൽ ആണെങ്കിൽ മാസ് ഐഡൻറ്റിക്കൽ ആയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാസിൻ്റെ റേഷ്യോ ഒരിക്കലും എന്ത് വരത്തില്ല മക്കളെ, 3:1 വരത്തില്ല. ഓക്കെ മക്കളെ, അവർ പറഞ്ഞിട്ടുണ്ട് രണ്ടും ഐഡൻറ്റിക്കൽ സർഫസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രണ്ട് സർഫസിൻ്റെയും പ്രോപ്പർട്ടി ഐഡൻറ്റിക്കൽ എന്നാണ്, ഏരിയ ഐഡൻറ്റിക്കൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാര്യം ഏരിയ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ 4 പൈ ആർ സ്ക്വയർ സെയിം ആവണം, അപ്പോൾ റേഡിയസ് സെയിം ആവണം, അപ്പോൾ വോളിയം സെയിം ആവണം. രണ്ടും ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് മാസ് സെയിം ആയേ പറ്റത്തുള്ളൂ. പക്ഷേ രണ്ടും ഒരേ മെറ്റീരിയൽ ആണ്, അപ്പം മാസ് സെയിം അല്ലെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. റേഷ്യോ ഓഫ് മാസസ് ഓഫ് എ ആൻഡ് ബി 3:1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ മക്കളെ. അപ്പോൾ ഇത് ഉള്ളതിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ ഡി ടി ആണ്. റേറ്റ് ഓഫ് എനർജി റേഡിയേറ്റഡ് അല്ല അവർ ചോദിച്ചിരിക്കുന്നത്. എനർജി റേഡിയേറ്റഡ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഫോമിൽ എടുത്താൽ മതിയായിരുന്നു. റേറ്റ് ഓഫ് കൂളിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡി ടി ബൈ ഡി ടി ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഐഡൻറ്റിക്കൽ സർഫസ് ഏരിയ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലേ മക്കളെ. ഐഡൻറ്റിക്കൽ സർഫസ് ഏരിയ ആണെങ്കിൽ റേഡിയസ് സെയിം ആണ്, റേഡിയസ് സെയിം ആണെങ്കിൽ വോളിയം സെയിം ആണ്, വോളിയം സെയിം ആണെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം മാസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മാസിൻ്റെ റേഷ്യോ ഒരിക്കലും 3:1 വരത്തില്ലല്ലോ. മനസ്സിലായി? അതെ, സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സർഫസ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. രണ്ട് സർഫസിൻ്റെ പ്രോപ്പർട്ടി സെയിം എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു മക്കളെ. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നും എങ്ങും വന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെക്ക് ചെയ്തേക്കണം കേട്ടോ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കണം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും മക്കളെ. ഇത് എപ്പോഴും പഠിച്ചു വയ്ക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. 1 mole of an ideal diatomic gas undergoes a transition from A to B along a path AB as shown in the figure. The change in internal energy of the gas during this transition. സാർ ഇതിൽ എസ് എന്താണെന്നോ? എസ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എസ് സ്പെസിഫിക് ഹീറ്റ്, ഇ എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റഡാ, പഠിച്ചിട്ടില്ലേ? എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്, പഠിച്ചിട്ടില്ലേ? ഓക്കെ മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ ഭയങ്കര സിമ്പിൾ എന്ന് വിചാരിക്കുമെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 mole of an ideal diatomic gas undergoes a transition from A to B along path AB as shown in the figure. The change in internal energy of the gas during this transition. എന്നാ പറഞ്ഞേ, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിക്ക് നിങ്ങൾ ഏത് ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു അല്ലേ? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ ജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ആണ്. പറയല്ലേ, അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ ജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ആണ്. ഡെൽറ്റ യുവിനെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള ഫോമുല എന്ന് പറയുന്നത് NCV ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഫോമുലയുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ഫോമുലയുണ്ട് മക്കളെ? NCV ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഫോമുലയുണ്ട് അല്ലേ? അപ്പോൾ NCV ഡെൽറ്റ ടി എന്ന് പറയുന്ന ഫോമുലയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? ഞാൻ സി വിക്ക് നേരത്തെ എന്തോ ഒരു ഫോമുല ഞാൻ പറഞ്ഞായിരുന്നു. സി വിക്ക് ഞാനൊരു ഫോമുല പറഞ്ഞായിരുന്നു. ഏത് ഫോമുലയാണ് മക്കളെ? F/2 എന്ന് പറയുന്ന ഒരു ഫോമുല പറഞ്ഞായിരുന്നു. F/2R എന്ന് പറയുന്ന ഫോമുല പറഞ്ഞായിരുന്നു. ഇനി ഡെൽറ്റ ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്ന് കൊടുക്കാം. ഡെൽറ്റ ടിക്ക് നമുക്ക് ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്ന് കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ യുവിൻ്റെ ഫോമുല എന്ന് പറയുന്ന NCV ഡെൽറ്റ ടി ആണ്. അപ്പോൾ സി വിക്ക് നമുക്ക് F/2 എന്ന് പറയുന്നത് കൊടുക്കാം. മക്കളെ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാടാ? F/2 ഇൻറ്റു NR ഞാൻ അകത്തോട്ട് കേട്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ ഇത് nRT2 മൈനസ് nRT1 എന്ന് വരും. അപ്പോൾ ഇത് nRT2 മൈനസ് nRT1 എന്ന് വരും. അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ nRTനെ നമുക്ക് PV എന്ന് കൊടുക്കാം. അപ്പോൾ nRT2നെ P2V2 എന്ന് കൊടുക്കാം. nRT1നെ P1V1 എന്ന് പറയുന്നത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യുവിൻ്റെ ഫോമുല എന്ന് പറയുന്നത്
ഡെൽറ്റ യുവിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് F/2 ഇൻറ്റു പറോക്കളെ NR/T2 നമുക്ക് P2 V2 എന്ന് പറയുന്നത് കൊടുക്കാം. സിമിലർലി NR/T1 നമുക്ക് P1 V1 എന്ന് പറയുന്നത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് ഈ ഫോർമുല എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിക്ക് പുതിയൊരു ഫോർമുല നമുക്ക് എടുക്കാം. എന്താ മക്കളെ ഫോർമുല എന്ന് പറയുന്നത് F/2 ഇൻറ്റു P2 V2 മൈനസ് P1 V1. ഓക്കെ ആണല്ലോ. അപ്പോൾ F/2 ഇൻറ്റു P2 V2 മൈനസ് P1 V1 എന്ന് പറയുന്ന ഫോർമുല നമുക്ക് എടുത്താൽ ഗ്രാഫിൽ നിന്നൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഏത് ഗ്യാസാണ്? ഡയറ്റോമിക് ഗ്യാസ് അല്ലേ? ഏത് ഗ്യാസാണ്? ഐഡിയൽ ഡയറ്റോമിക് ഗ്യാസ് ആണ്. അപ്പോൾ ഡയറ്റോമിക് ഗ്യാസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന 5 ആണ്. സോ ദാറ്റ് വിൽ ബി 5/2 ആണോ? P2 V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രഷർ 2 ആണ്. ഫൈനൽ വോളിയം എന്ന് പറയുന്ന 6 ആണ് അല്ലേ? ഫൈനൽ പ്രഷർ എന്ന് പറയുന്ന 2 ആണ്, ഫൈനൽ വോളിയം എന്ന് പറയുന്ന 6 ആണ് അല്ലേ? ഇതാ നോക്ക്, ഫൈനൽ പ്രഷർ 2 ആണ്, ഫൈനൽ വോളിയം 6 ആണ്. ഇനിഷ്യൽ പ്രഷർ 5 ആണ്, ഇനിഷ്യൽ വോളിയം 4 ആണ്. ഇനിഷ്യൽ പ്രഷർ 5 ആണ്, ഇനിഷ്യൽ വോളിയം 4 ആണ്. മക്കളെ ഓക്കെ ആണല്ലോ. സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? 5/2 ഇൻറ്റു പറോക്കളെ 2 × 6 12 ആണ്. 12 - 20 എന്ന് പറഞ്ഞാൽ -8 ആണ്. അപ്പോൾ 2 8 വെട്ടിയാൽ എന്തെന്ന് കിട്ടും മക്കളെ? 4 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഡെൽറ്റ യു കിട്ടും. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് -20 കിലോ ജൂൾ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് -20 കിലോ ജൂൾ എന്ന് പറയും. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ -20 കിലോ ജൂൾ എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, സോ ദിസ് വിൽ ബി ഡെൽറ്റ യു. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് -20 കിലോ ജൂൾ. ഇവിടെ കിലോ കൂടെ ഉണ്ട്, ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. കിലോ കൂടെ ഉണ്ട്. അപ്പോൾ കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1 mole ഓഫ് ആൻ ഐഡിയൽ ഡയറ്റോമിക് ഗ്യാസ് ആണ്. അപ്പോൾ എന്താ മക്കളെ ഫോർമുല? F/2 ഇൻറ്റു P2 V2 മൈനസ് P1 V1 എന്നാണ്. F/2 ഇൻറ്റു P2 V2 മൈനസ് P1 V1 എന്നാണ്. ഈ ഫോർമുല എപ്പോഴും ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഡെൽറ്റ യുവിൻ്റെ മറ്റൊരു ഫോർമുല NCV ഡെൽറ്റ T ഉണ്ട്. CV വേണമെങ്കിൽ F/2 R എന്ന് പറയുന്നത് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ F/2 NR × T2 - T1 എന്ന് പറയുന്നത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും കൊടുക്കാം. അവിടെ കാര്യം എന്താണ്? ഈ പ്രഷർ തന്നിരിക്കുന്ന കിലോയിലാണ് തന്നിരിക്കുന്നത്. പ്രഷർ തന്നിരിക്കുന്ന കിലോയിലാണ്. അപ്പോൾ ആൻസറും കിലോ ജൂളിലാണ് വേണ്ടത് കേട്ടോ. പ്രഷർ തന്നിരിക്കുന്ന കിലോ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസറും വേണ്ടത് കിലോ ജൂളിലാണ് വേണ്ടത്. അപ്പോൾ ഓപ്ഷനിൽ ഒരു കിലോ ജൂളും കൂടെ ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണം മക്കളെ. മനസ്സിലായെന്ന് വിചാരിക്കും. വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ ചെയ്യിപ്പിക്കാമെന്ന് വെച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സാർ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുമ്പം ചില ക്വസ്റ്റ്യൻ ഏരിയ അണ്ടർ ദ കർവ് എടുത്താൽ കിട്ടില്ലേ? ഏരിയ അണ്ടർ ദ കർവ് എടുത്താൽ എന്താ കിട്ടുന്നത്? വർക്ക് ഡൺ അല്ലേ കിട്ടുന്നത്? ഇത് PV ഡയഗ്രാം ആണ്. അപ്പോൾ ഏരിയ അണ്ടർ ദ കർവ് എടുത്താൽ എന്തേ മക്കളെ കിട്ടത്തുള്ളൂ? വർക്ക് ഡണ്ണേ കിട്ടത്തുള്ളൂ അല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ തിൻ ലിക്വിഡ് ഫിലിം ഫോംഡ് ബിറ്റ്വീൻ U-shaped wire and a light slider supports a weight of 1.5 into 10⁻² Newton. -2 ഉണ്ട്. 1.5 into 10⁻² Newton. Length of the slider is 30 centimeter and its weight is negligible. Surface tension of the liquid film എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു സ്ലൈഡറാണ്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളൊക്കെ പറഞ്ഞേ മക്കളെ. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ആണോ? ആ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ബ്ലോക്കിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട്. അപ്പോൾ ആ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ബ്ലോക്കിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. ഇനി ഇവൻ്റെ ഈ സ്ലൈഡറിൻ്റെ മുകളിൽ ആരാ മക്കളെ ഉള്ളത്? ലിക്വിഡ് ഫിലിം ആണുള്ളത്. അപ്പോൾ ലിക്വിഡ് ഫിലിം ഇവൻ എന്ത് ചെയ്യും മക്കളെ? അട്രാക്ട് ചെയ്യും. അപ്പോൾ സർഫസ് ടെൻഷൻ കാരണം അവിടെ എന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്. സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് T/L ആണ് അല്ലേ? ടീനെയാണ് ഞാൻ സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അത് കണക്ക് ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഇതിൻ്റെ ബാക്കിലൊരു സർഫസ് ഉണ്ട്. അപ്പോൾ 2 ഫ്രീ സർഫസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് × 2 കൂടെ കൊടുക്കണം. ഓക്കെ, സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്.
അങ്ങനെയാണെങ്കിൽ സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത് ആണ്. ഓക്കെ, ഇനി ഇതിന് ഇവിടെ ഒരു സർഫസ് ഉണ്ട്, അതിൻ്റെ ബാക്കിലും സർഫസ് ഉണ്ട്. അപ്പോൾ മൊത്തം 2 ഫ്രീ സർഫസസ് അവൈലബിൾ ആണ്. അപ്പോൾ T × L × 2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഇക്വിലിബ്രിയത്തിലാവുള്ള കണ്ടീഷൻ പറഞ്ഞേ മക്കളെ. ഇത് ഇക്വിലിബ്രിയത്തിലാവുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 2TL = എന്തായിരിക്കണം മക്കളെ? W ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ ടിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടിയുടെ കാര്യം എന്ന് പറയുന്നത് W/2L ആയിരിക്കണം. അപ്പോൾ W എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ അവൻ്റെ വെയിറ്റിനെ പറ്റി പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ അവൻ്റെ വെയിറ്റ് 1.5 × 10⁻²² ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ അവൻ്റെ വെയിറ്റ് പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ അവൻ്റെ വെയിറ്റ് 1.5 × 10⁻² ആണ്. ഡിവൈഡഡ് ബൈ 2 × L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദാറ്റ് സ്ലൈഡർ ആണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദാറ്റ് സ്ലൈഡർ ആണ്. ലെങ്ത് ഓഫ് ദാറ്റ് സ്ലൈഡർ 30 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ലെങ്ത് ഓഫ് ദാറ്റ് സ്ലൈഡർ 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ദാറ്റ് വിൽ ബി 30 × 10⁻² ആണ്. അപ്പോൾ 10⁻², 10⁻² ക്യാൻസൽ ആകും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ബി 1.5 / 60 എന്ന് പറയുന്നത് കിട്ടും. 1.5 / 60 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, 15/16 ആയിരുന്നെങ്കിൽ 0.25 വന്നാണ്. 15/60 ആയിരുന്നെങ്കിൽ 1/4 0.25 വന്നാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 0.025 ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 0.025 ആയിരിക്കും. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് 0.025 Nm/m എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കാര്യം പിടി കിട്ടിയല്ലോ. അപ്പോൾ പറയാം ഇവിടെ ഒരു സ്ലൈഡർ ഇരിപ്പുണ്ട്. അപ്പോൾ താഴോട്ട് W ആക്ട് ചെയ്യും, മുകളിലോട്ട് സർഫസ് ടെൻഷൻ കൊടുക്കുന്ന ഫോഴ്സ് ആക്ട് ചെയ്യും. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ T × L ആണ് അല്ലേ? അപ്പോൾ 2 സർഫസസ് ഉള്ളതുകൊണ്ട് 2 × T × L എന്ന് കിട്ടും. അപ്പോൾ ഇവ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ഇത് = ഇതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സർഫസ് ടെൻഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് W/2L ആണ്. W ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, L ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സോ ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 0.025 Nm/m എന്ന് കിട്ടും. മക്കളെ മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ഇതാണ് യൂട്യൂബിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. യൂട്യൂബ് ലൈവിൽ നമ്മൾ യൂട്യൂബിൻ്റെ ക്വസ്റ്റ്യൻ പറയുന്നു. യൂട്യൂബ് വിത്ത് ബോത്ത് എൻഡ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ ഈസ് പാർഷ്യലി ഫിൽഡ് വിത്ത് വാട്ടർ ഓയിൽ. വാട്ടറും ഓയിലും കൊണ്ട് പാർഷ്യലി ഫില്ല് ചെയ്തിരിക്കുകയാണ്. വിച്ച് ഈസ് ഇമ്മിസിബിൾ വിത്ത് ദ വാട്ടർ one side until it stands at a distance of 10 mm above the water level on the other side. Meanwhile, water rises by 65 mm from its original level. The density of the oil എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ക്വസ്റ്റ്യനാണ്. മക്കളെ ഇനിഷ്യലി ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇനിഷ്യലി ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് എന്താ മക്കളെ സംഭവിക്കുന്നത്? ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് 2 ആമിലും ഒരേ വാട്ടർ ലെവലാണ് ഉള്ളത്. ഇനിഷ്യലി ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് 2 ആമിലും ഒരേ വാട്ടർ ലെവലാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി പറയേ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവൻ്റെ 1 സൈഡിൽ ഓയിൽ ഒഴിച്ചു. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ 1 സൈഡിൽ വാട്ടർ ഒഴിച്ചു. അപ്പോൾ എന്ത് പറ്റും? ഒരു സൈഡിലെ വാട്ടർ ലെവൽ താഴും, അപ്പുറത്തെ സൈഡിലെ വാട്ടർ ലെവൽ ഉയരും. ഒരു സൈഡിലെ വാട്ടർ ലെവൽ താഴും, അപ്പുറത്തെ സൈഡിലെ വാട്ടർ ലെവൽ ഉയരും. ഓക്കെ, ഇനി ഇതിൽ എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് മക്കളെ? ഇതിൽ നിറയെ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓയിലിനെ ഞാൻ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? മീൻ വൈൽ വാട്ടർ റൈസസ് ബൈ 65 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സൈഡിൽ വാട്ടർ ലെവൽ 65 താന്നു. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ 65 ഉയരും ആണോ? അപ്പോൾ ഇവിടെ വാട്ടർ ലെവൽ 65 താഴ്ന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വാട്ടർ ലെവൽ എത്ര ഉയരും മക്കളെ? 65 ഉയരും ആണോ? വാട്ടർ ലെവൽ എന്ന് പറയുന്നത് 65 ഉയരും. ഇതാണ് ഇനിഷ്യൽ ലെവൽ എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് സ്റ്റാൻഡ്സ് അറ്റ് എ ഹൈറ്റ് 10 mm എബോവ് ദ വാട്ടർ ലെവൽ ഓൺ ദ അതർ സൈഡ്. ഓയിൽ എവിടം വരെയാണ് നിൽക്കുന്നതെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ലെവൽ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിലെ വാട്ടർ ലെവലിനേക്കാൾ 10 കൂടുതലാണ്.
ഓക്കെ, അപ്പോൾ ഓയിൽ ലെവൽ എന്ന് പറയുന്ന അപ്പുറത്തെ സൈഡിലെ വാട്ടർ ലെവലിനേക്കാൾ 10 മില്ലിമീറ്റർ കൂടുതലുമാണ്. അപ്പോൾ ഓയിൽ എന്ന് പറയുന്ന അപ്പുറത്തെ സൈഡിലേക്ക് വാട്ടർ ലെവലിനേക്കാൾ 10 കൂടുതലുമാണ്. ഓയിൽ നിൽക്കുന്നത് അപ്പുറത്തെ വാട്ടറിനേക്കാൾ 10 കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ മക്കളെ ചോദിച്ചിരിക്കുന്നത്? ഡെൻസിറ്റി ഓഫ് ദ ഓയിൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെൻസിറ്റി ഓഫ് ദ ഓയിൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നമുക്കറിയാം ഈ പ്രോബ്ലം ചെയ്യാനുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നോക്കിക്കൊള്ളുക, ഇത് 65 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും മക്കളെ? ഇത് 65 ആയിരിക്കും. ഒരേ ലിക്വിഡിൻ്റെ ഒരേ ലെവലിലുള്ള പോയിൻറ്റ്സിലെ പ്രഷർ സെയിം ആയിരിക്കും ഇഫ് ദ ലിക്വിഡ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ലിക്വിഡ് ആക്സിലറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരേ ലിക്വിഡിൻ്റെ ഒരേ ലെവലിലുള്ള പോയിൻറ്റ്സിലെ പ്രഷർ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ ഈക്വൽ ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കാര്യം ഇത് ഓയിലാണ്, ഇത് വാട്ടറാണ്. പക്ഷേ നമുക്ക് പറയാം, ഇതാ നോക്കും മക്കളെ, ഇവിടുത്തെ പ്രഷറും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. കാര്യം ഇത് ഒരേ ലിക്വിഡിലെ ഒരേ ലെവലിലുള്ള പോയിൻറ്റ്സ് ആണ്. ഓക്കെ, ഒപ്പം തന്നെ ലിക്വിഡ് ആക്സിലേറ്റ് ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം, ഈ 1 എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറും 2 എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? P1 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം മക്കളെ? P1 ഈസ് ഈക്വൽ ടു P2 എന്ന് പറയാം. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? P0 പ്ലസ് ഹൈറ്റ് ഓഫ് ഓയിൽ പറഞ്ഞേ, ഇതെത്ര വരും മക്കളെ? ഇത് 65. ഇത് 65 പ്ലസ് 10 ഇതെത്ര എന്ന് വരും മക്കളെ? 75 എന്ന് പറയുന്നത് ആണോ? അപ്പോൾ ഹൈറ്റ് ഓഫ് ഓയിൽ HROG അല്ലേ ഫോമുല? ഹൈറ്റ് ഓഫ് ഓയിൽ ഇൻറ്റു അല്ലേ? അപ്പോൾ ഹൈറ്റ് ഓഫ് ഓയിൽ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും മക്കളെ? ഹൈറ്റ് ഓഫ് ഓയിൽ എന്ന് പറഞ്ഞാൽ 75 പ്ലസ് 65 എന്ന് പറയുന്നത് കിട്ടും. 75 പ്ലസ് 65 എന്ന് പറഞ്ഞാൽ 140 ആണ്. 140 ഇൻറ്റു അല്ലേ? ഡെൻസിറ്റി ഓഫ് ഓയിൽ എനിക്ക് അറിയത്തില്ല. ഡെൻസിറ്റി ഓഫ് ഓയിൽ ഞാൻ റോ ഓയിൽ എന്ന് തന്നെ ഇടുന്നു. ഇൻറ്റു G എന്ന് പറയുന്നത് കിട്ടും. കാര്യം പ്രഷർ എന്ന് പറഞ്ഞാൽ P0 പ്ലസ് HROG ആണ്. ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ P0 പ്ലസ് HROG ആണ്. അത് കണക്ക് അപ്പുറത്തേക്ക് പോയാൽ അവിടുത്തെ പ്രഷർ പറഞ്ഞേ മക്കളെ? P0 പ്ലസ് P2 നമുക്ക് പറഞ്ഞേ P0 പ്ലസ്. അവന് മുകളിലുള്ളത് എന്താണ്? വാട്ടർ കോളമാണ്. അവന് മുകളിലുള്ളത് വാട്ടർ കോളമാണ്. ആ വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 130 ആണ്. ഓക്കെ, അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എന്തെന്ന് വരും മക്കളെ? വാട്ടർ എന്ന് പറയുന്നവരും ഇൻറ്റു G എന്ന് കിട്ടും. കാര്യം ഇവന് മുകളിലുള്ളത് ഓയിൽ കോളമാണ്, ഇവന് മുകളിലുള്ളത് വാട്ടർ കോളമാണ്. അങ്ങനെയാണെങ്കിൽ ആര് ക്യാൻസൽ ആയി പോകും? P0 ക്യാൻസൽ ആയി പോകും. P0 പോയാൽ ജിയും ക്യാൻസൽ ആവും അല്ലേ? 2 മില്ലിമീറ്ററിലാണ്, അതുകൊണ്ടാണ് ഞാൻ മാറ്റാൻ നിൽക്കത്തില്ല. അത് ക്യാൻസൽ ആയി പൊക്കോളും. അപ്പോൾ 0 ക്യാൻസൽ ആവും. നമുക്ക് എന്താ വേണ്ടത്? ഡെൻസിറ്റി ഓഫ് ഓയിലാണ് വേണ്ടത്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഓയിൽ എന്ന് പറയുന്നത് 13/14 ടൈംസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഓയിൽ എന്ന് പറയുന്നത് 13/14 ടൈംസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 13/14 ടൈംസ് 13 ഡിവൈഡഡ് ബൈ 14 ടൈംസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അല്ലേ? അപ്പോൾ 13 ഡിവൈഡഡ് ബൈ 14 ഓപ്ഷൻ നോക്കി പറയാവുന്നേ ഉള്ളൂ അല്ലേ? ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? 1000 എന്ന് പറയുന്ന വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 928. പിടി കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു 928 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. അതായത് 1000നോട് അടുത്ത് നിൽക്കുന്ന ഒരു ആൻസർ. അങ്ങനെ നിങ്ങൾ ഓപ്ഷൻ നോക്കിയാൽ മതി. 1000നോട് അടുത്ത് നിൽക്കുന്ന ഒരു ആൻസർ. അപ്പോൾ ആൻസർ ഏതെന്ന് വരും മക്കളെ? 928 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. മക്കളെ ഇതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മക്കളെ ഇതും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. യൂട്യൂബിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ഓർത്തിരിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഇനിഷ്യലി ഓയിലൊക്കെ ഒഴിക്കുന്നതിന് മുമ്പ് രണ്ടാമിലും ഒരേ വാട്ടർ ലെവലായിരുന്നു. അപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരിടത്തെ വാട്ടർ ലെവൽ താഴും, അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ വാട്ടർ ലെവൽ ഉയരും. രണ്ടും ഒരേ ക്രോസ് സെക്ഷനുള്ള ട്യൂബാണ്. രണ്ടാമിനും ഒരേ ക്രോസ് സെക്ഷനാണുള്ളത്. അപ്പോൾ ഇവിടെ എത്ര താഴുന്നോ അവിടെ അത്രയും ഉയരും. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വാട്ടർ ലെവലിനേക്കാൾ 10 കൂടുതലാണ് ഇവിടുത്തെ ഓയിൽ ലെവൽ. ഇനി എന്താ മക്കളെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടെക്നിക്ക് എന്താ മക്കളെ? ഒരേ ലെവലിലുള്ള ഒരേ ലിക്വിഡിലെ പോയിന്റ്സിലെ പ്രഷർ സെയിം ആയിരിക്കും ഇഫ് ദാറ്റ് ലിക്വിഡ് ഈസ് നോട്ട് ആക്സിലറേറ്റ്. ഇവിടെ ലിക്വിഡ് ആക്സിലറേറ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ പ്രഷർ ഒരിക്കലും ഇക്വേറ്റ് ചെയ്യരുത്. കാര്യം അത് ഒരേ ലെവലിലാണെങ്കിലും ഒരേ ലിക്വിഡ് അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെയും പ്രഷർ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പ്രഷർ P0 പ്ലസ് HROG, ഇവിടുത്തെയും പ്രഷർ P0 പ്ലസ് HROG. പക്ഷേ ഇവന് മുകളിലുള്ളത് ഓയിൽ കോളമാണ്, ഇവന് മുകളിലുള്ളത് വാട്ടർ കോളമാണ്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. മക്കളെ പിടികിട്ടിയല്ലോ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് ദ എർത്ത് അറ്റ് എ ഹൈറ്റ് 5 r above the surface of the earth. R being the radius of the earth, the time period of another satellite in hours at a height 2 r from the surface of the earth is.
ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആകുമ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 അവർ. എർത്ത് കറങ്ങുന്ന അതേ സ്പീഡിൽ തന്നെയാണ് കറങ്ങുന്നത് അല്ലേ? എന്നാ പറയാം മക്കളെ, ടൈം പീരീഡ് റേഡിയസ് നമ്മൾ റിലേഷൻ പറഞ്ഞ മക്കളെ, ടൈം പീരീഡിൻ്റെ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബാണ്. ടൈം പീരീഡിൻ്റെ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ എടുക്കാം. അങ്ങനെയാണെങ്കിൽ T1 സ്ക്വയർ ഡിവൈഡഡ് ബൈ T2 സ്ക്വയർ എന്ന് പറയുന്നത് T1 സ്ക്വയർ ഡിവൈഡഡ് ബൈ T2 സ്ക്വയർ എന്ന് പറയുന്നത് R1 ക്യൂബ് ഡിവൈഡഡ് ബൈ R2 ക്യൂബ് എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം T സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം T1 സ്ക്വയർ ബൈ T2 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം മക്കളെ, R1 ക്യൂബ് ബൈ R2 ക്യൂബ് എന്ന് പറയാം. R1 ക്യൂബ് ബൈ R2 ക്യൂബ് എന്ന് പറയാം. പിടി കിട്ടിയല്ലോ? ഓക്കെ, ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണ് പിള്ളേരെ. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണ്. അപ്പോൾ T1 സ്ക്വയർ ബൈ T2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ R1 ക്യൂബ് ബൈ R2 ക്യൂബ്. ഇനി പറയാം, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് ദ എർത്ത് അറ്റ് എ ഹൈറ്റ് 5R എബോവ് ദ സർഫസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് 5R ഹൈറ്റിലാണ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് മക്കളെ? ആ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് 5R ഹൈറ്റിലാണ്. അപ്പോൾ അവൻ്റെ റേഡിയസ് 5R എന്ന് തെറ്റിദ്ധരിക്കരുത്. പ്ലസ് എന്തും കൂടെ വരും മക്കളെ? 6 കൂടെ വരും. ആണോ? അപ്പോൾ അവൻ്റെ റേഡിയസ് എത്രയാണെന്ന് വെച്ചാൽ അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6R എന്ന് പറയേണ്ടി വരും. അവൻ്റെ റേഡിയസ് എത്രയാണെന്ന് വെച്ചാൽ അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6R എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ T1 എന്ന് പറഞ്ഞാൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. അപ്പോൾ അവൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 24 അവർ ആണ് അല്ലേ? അപ്പോൾ 24 അവർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് ആണ് വേണ്ടത്. അതിന് നമുക്ക് T2 എന്ന് തന്നെ കൊടുക്കാം. സോ ദാറ്റ് ഈസ് T2 സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളുടെ റേഡിയസ് എത്ര മക്കളെ? ആദ്യത്തെ ആളുടെ റേഡിയസ് എന്ന് പറയുന്നത് 6R ആണ്. 5R എന്ന് പറയുമെങ്കിലും 5R ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പോൾ അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6R ആണ്. അതേപോലെ രണ്ടാമത്തെ സാറ്റലൈറ്റ് 2R അറ്റ് എ ഹൈറ്റ് ഓഫ് 2R ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ആണ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് 2R ഹൈറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ റേഡിയസ് 2R പ്ലസ് R 3R ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3R ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 6R ബൈ 3R എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, 2ൻ്റെ ക്യൂബ് 8. നമുക്കിനി സ്ക്വയർ റൂട്ട് എടുക്കാം. സ്ക്വയർ റൂട്ട് എടുത്താൽ ഇവിടെ 24 അവർ എന്ന് പറയുന്ന വരും. T2ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ T2 എന്ന് പറയുന്നത് കിട്ടും. 8ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 8ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2√2 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ 2ഉം 24ഉം വെട്ടിയാൽ എത്രയാണെന്ന് കിട്ടും മക്കളെ? 12 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ √2ഉം 12ഉം വെട്ടിയാൽ എത്രയാണെന്ന് കിട്ടും മക്കളെ? 6√2 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 6√2 അവർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 6√2 അവർ എന്നാണ് കിട്ടുന്നത്. മക്കളെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണ്. ടൈം പീരീഡിൻ്റെ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ T1 സ്ക്വയർ ബൈ T2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ R1 ക്യൂബ് ബൈ R2 ക്യൂബ് എന്ന് പറയുന്ന വരും. T1 സ്ക്വയർ ബൈ T2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ R1 ക്യൂബ് ബൈ R2 ക്യൂബ് എന്ന് പറയുന്ന വരും. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആയതുകൊണ്ട് ആദ്യത്തെ ആളുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 അവർ ആണ്. രണ്ടാമത്തെ ആളുടെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ഒരാൾ എർത്തിൻ്റെ ഹൈറ്റ് സർഫസിൽ നിന്ന് 5R ഹൈറ്റിൽ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് വരും മക്കളെ? 6R എന്ന് പറയുന്നവരും. അടുത്തയാൾ അയാളുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് 2R ഹൈറ്റിലാണ്. അപ്പോൾ അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3R എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് T2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ T2 എന്ന് പറയുന്നത് 6√2 അവർ എന്ന് കിട്ടും. മക്കളെ അടുത്തത് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ മക്കളെ ക്വസ്റ്റ്യൻ? ആൻ ഇലാസ്റ്റിക് സ്ട്രിങ് ഹാസ് ലെങ്ത് L1 when it is subjected to a longitudinal tension of 3 Newton. And it has length L2 when the tension is 4 Newton. അങ്ങനെയാണെങ്കിൽ the length of the elastic string when the longitudinal tension is 8 Newton എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയോക്കളെ, ഒരു സ്ട്രിങ്ങിൻ്റെ സ്ട്രിങ്ങിൻ്റെ ആക്ച്വൽ ലെങ്ത് ഞാൻ L എന്ന് അസ്യൂം ചെയ്യും. സ്ട്രിങ്ങിൻ്റെ ആക്ച്വൽ ലെങ്ത് ഞാൻ L എന്നാണ് അസ്യൂം ചെയ്യും. ഓക്കെ ആണല്ലോ? സ്ട്രിങ്ങിൻ്റെ ആക്ച്വൽ ലെങ്ത് L. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്താ മക്കളെ? എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ L ആണ്. അപ്പോൾ ഡെൽറ്റ Lൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഡെൽറ്റ Lൻ്റെ ഫോർമുല FL/AY ആണ്, അല്ലെങ്കിൽ TL/AY എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ Lൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, FL/AY ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഇലാസ്റ്റിക് സ്ട്രിങ് ഹാസ് ലെങ്ത് L1 when it is subjected to a tension of 3 Newton. അതായത് അവനിൽ 3 Newton ഫോഴ്സ് അപ്ലൈ ചെയ്താൽ 3 Newton ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അവൻ്റെ ഒറിജിനൽ ലെങ്ത് L ആണ്. അവൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. അവൻ്റെ യങ്സ് മോഡുലസ് Y ആണ്.
എന്നാ പറയോക്കളെ അവൻ്റെ ലെങ്ത് എത്രയായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവൻ്റെ ലെങ്ത് L1 ആയി. അപ്പോൾ അവൻ്റെ എക്സ്റ്റൻഷൻ അല്ല L1, അവൻ്റെ ലെങ്താണ് L1, ന്യൂ ലെങ്താണ് L1 എന്ന് പറയുന്നു. ആണോ? അപ്പോൾ അതിലോട്ട് 3 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അവൻ്റെ ലെങ്ത് എത്ര ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? L1 ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ കിടക്കുന്നത് ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ ഇൻ ദാറ്റ് കേസ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് L1 മൈനസ് എൽ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ L1 മൈനസ് എൽ എന്ന് പറയുന്നത് 3L/AY ആണ്. വീണ്ടും ഞാൻ എക്സ്റ്റൻഷൻ്റെ സെയിം ഫോമുല എഴുതുന്നു. എക്സ്റ്റൻഷൻ്റെ ഫോമുല എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു FL/AY ആണ്. എക്സ്റ്റൻഷൻ്റെ ഫോമുല എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു FL/AY ആണ്. ഇനി എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഇനി എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? 4 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫിൻ്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കണം മക്കളെ? 4 ഇട്ട് കൊടുക്കണം. അവൻ്റെ ഒറിജിനൽ ലെങ്ത് എത്ര മക്കളെ? L ആണ്. അവൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. അവൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് Y ആണ്. ഇപ്പോൾ ലെങ്ത് എത്ര ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4 ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ അവൻ്റെ ലെങ്ത് L2 ആയി. 4 ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പം അവൻ്റെ ലെങ്ത് എന്ന് പറയുന്ന എന്തായി മക്കളെ? 4 ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ അവൻ്റെ ലെങ്ത് എന്ന് പറയുന്ന L2 ആയി. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ ലെങ്ത് എത്രയാണ്? L ആണ്. അവൻ്റെ എക്സ്റ്റൻഷൻ ഇപ്പോൾ എത്ര ലെങ്ത്? L2 ആണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്താ മക്കളെ? L2 മൈനസ് എൽ ആണ്. അവൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് L2 മൈനസ് എൽ ആണ്. അപ്പോൾ L2 മൈനസ് എൽ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? 4L/AY എന്ന് പറയുന്നത് കിട്ടും. ഇനി അവരെന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ദ ലെങ്ത് ഓഫ് ദ ഇലാസ്റ്റിക് സ്ട്രിങ് വെൻ ലോഞ്ചിറ്റ്യൂണൽ ടെൻഷൻ ഈസ് 8 ന്യൂട്ടൺ. വീണ്ടും ഞാൻ എക്സ്റ്റൻഷൻ്റെ ഫോമുല എഴുതുന്നു. ഡെൽറ്റ എല്ലിൻ്റെ ഫോമുല എന്ന് പറയുന്നത് FL/AY എന്നാണ്. അപ്പോൾ ഇപ്പോൾ ലെങ്ത് 8 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത് ഞാൻ L3 ആയി എന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റൻഷൻ എത്ര മക്കളെ? L3 മൈനസ് എൽ ആണ്. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്ത്? 8 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇതെന്തെന്ന് കിട്ടും? 8L/AY എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതെന്ന് പറയുന്ന 8L/AY എന്ന് പറയുന്നത് കിട്ടും. പറയോക്കളെ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കളയാം. ഞാൻ രണ്ട് ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്താൽ L1 മൈനസ് എൽ ബൈ L2 മൈനസ് എൽ. എനിക്ക് L1ൻ്റെ L2ൻ്റെ ടേംസിലാണ് ആൻസർ വേണ്ടത്. ഞാൻ രണ്ട് ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്താൽ എന്ത് പറ്റും? 3L/AY ബൈ 4L/AY. അപ്പോൾ L/AY ക്യാൻസൽ ആയി പോവും. സോ ദാറ്റ് വിൽ ബി വാട്ട്? ദാറ്റ് വിൽ ബി 3/4 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് 4L1 മൈനസ് 4L എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 3L2 മൈനസ് 3L എന്ന് പറയുന്നതും കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് അപ്പുറം പറഞ്ഞു വിട്ടാൽ 4L1 മൈനസ് 3L2 ഈസ് ഈക്വൽ ടു 4L മൈനസ് 3L എത്രയാണെന്ന് കിട്ടും മക്കളെ? L എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ നമുക്ക് ആരുടെ എക്സ്പ്രഷൻ കിട്ടി? നമുക്ക് Lൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ആ Lൻ്റെ എക്സ്പ്രഷൻ എടുത്ത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ രണ്ട് ഇക്വേഷൻ കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നു മക്കളെ. എന്തിനാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ രണ്ട് ഇക്വേഷനും കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പം L2 മൈനസ് എൽ മൈനസ് എന്തെന്ന് കിട്ടും മക്കളെ? L1 മൈനസ് എൽ എന്ന് പറയുന്നത് കിട്ടും. ഞാൻ രണ്ട് ഇക്വേഷൻ കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നു. L2 മൈനസ് എൽ മൈനസ് L1 മൈനസ് എൽ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 4L/AY മൈനസ് 3L/AY എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും മക്കളെ? L/AY എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? L/AY എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് പറ്റും? മൈനസ് എൽ മൈനസ് പ്ലസ് എൽ ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ L2 മൈനസ് L1 ഈസ് ഈക്വൽ ടു L/AY എന്ന് പറയുന്നു. നമുക്ക് എന്താ വേണ്ടത്? L3 ആണ് വേണ്ടത്. 8 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ അവൻ്റെ ലെങ്ത് എത്ര ആയിട്ട് മാറുമെന്നാണ് നമുക്ക് വേണ്ടത്. 8 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ അവൻ്റെ ലെങ്ത് എത്ര ആയിട്ട് മാറുമെന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി വേണ്ടത് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഡെഫിനറ്റ്ലി വേണ്ടത് L3 ആണ് വേണ്ടത്, അല്ലേ? അപ്പോൾ L3 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? L3 എന്ന് പറയുന്നത് 8L/AY പ്ലസ് L എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 8 ഇൻറ്റു L/AYക്ക് എന്ത് കൊടുക്കാം? L/AYക്ക് L2 മൈനസ് L1 എന്ന് കൊടുക്കാം. L/AYക്ക് L2 മൈനസ് L1 എന്ന് പറയുന്നത് കൊടുക്കാം. സിമിലർലി Lന് എന്ത് കൊടുക്കാം മക്കളെ? Lന് 4L1 മൈനസ് 3L2 എന്ന് കൊടുക്കാം. 4L1 മൈനസ് 3L2 എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? ഇവിടെ 8L2 ഉണ്ട്, ഇവിടെ മൈനസ് 3L2 ഉണ്ട്. 8L2 ഉണ്ട്, മൈനസ് 3L2 ഉണ്ട്. സോ ദാറ്റ് വിൽ ബി വാട്ട്? ദാറ്റ് വിൽ ബി 5L2 എന്ന് പറയുന്നത് കിട്ടും. ഇവിടെ മൈനസ് 8L1 ഉണ്ട്, പ്ലസ് 4L1 ഉണ്ട്. സോ ദാറ്റ് വിൽ ബി മൈനസ് 4L1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ന്യൂ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 8 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെങ്ത് എന്ന് പറയുന്നത് 5L2 മൈനസ് 4L1 എന്ന് കിട്ടും.
മക്കളെ ഇത് ലേശം ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളൊന്ന് മാത്തമെറ്റിക്കൽ സ്റ്റെപ്സിൽ കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്റ്റൻഷൻ്റെ ഫോർമുലയാണ് ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല FL/AY. ഡെൽറ്റ എൽ ഇപ്പോഴത്തെ ലെങ്ത് അല്ല, എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു ഒറിജിനൽ ലെങ്ത് ഓഫ് ദ വയർ L ആണ്. 3 ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ ലെങ്ത് L1 ആയിട്ട് മാറി. 4 ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ ലെങ്ത് L2 ആയിട്ട് മാറി. 8 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത് L3 ആണ്. സോ വി നീഡ് ടു ഫൈൻഡ് L3. അപ്പോൾ ആദ്യത്തെ കേസിൽ എക്സ്റ്റൻഷൻ L1 മൈനസ് L, രണ്ടാമത്തെ കേസിൽ എക്സ്റ്റൻഷൻ L2 മൈനസ് L, മൂന്നാമത്തെ കേസിൽ എക്സ്റ്റൻഷൻ L3 മൈനസ് L. ആദ്യത്തെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 3 ആണ്, അടുത്ത കേസിൽ 4 ആണ്, ലാസ്റ്റ് കേസിൽ 8 ആണ്. ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് നമ്മൾ L2ൻ്റെ L1ൻ്റെ ടേംസിൽ കൊണ്ടുവരണം. അവിടെയാണ് നമ്മുടെ സ്റ്റെപ്സ് കൂടുന്നത്. അതുകൊണ്ട് ഇത്തിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കും. മക്കളെ ഈ ലെവൽ ക്വസ്റ്റ്യൻ നീറ്റിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം ചില ക്വസ്റ്റ്യൻസ് ടഫായിട്ട് ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻസാണ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നീറ്റിന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നീറ്റിലെ ഫുൾ ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾ എഴുതേണ്ട 45 ക്വസ്റ്റ്യനിൽ ഒരു 7-8 ക്വസ്റ്റ്യൻ എന്തായാലും കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജെയുടെ കാര്യമാണ് പറയുന്നത്. ജെയ്ക്ക് ചോദിക്കാവുന്ന മോഡലേ ഉള്ളൂ. കാര്യം നിങ്ങൾ മാത്തമെറ്റിക്കലി സ്ട്രോങ് ആണ്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഓൺ ഇൻക്രീസിങ് ദ പ്രഷർ ഓൺ എ മെറ്റൽ ക്യൂബ് ബൈ 10⁻⁶ പാസ്കൽ ഇറ്റ്സ് വോളിയം ഡിക്രീസ്ഡ് ബൈ 0.02%. അപ്പോൾ ഡെൽറ്റ V/V × 100 ആ തന്നിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ V/V × 100 ആ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡെൽറ്റ V/V × 100 വോളിയത്തിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ആ തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് വാട്ട്? സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് 0.02. അപ്പോൾ അത് തന്നിരിക്കുന്നത് 0.02 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? ഡിക്രീസസ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ V/V എന്ന് പറയുന്നത് -0.02 ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും മക്കളെ? 100 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? -2 എന്തെന്ന് എഴുതാം? 10⁻⁴ എന്ന് എഴുതാം. ഇനി എന്താ മക്കളെ അവർ പറഞ്ഞിരിക്കുന്നത്? ദ ബൾക്ക് മോഡുലസ് ഓഫ് ദ മെറ്റൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് -∆P/∆V/V എന്നാണ്. ആണോ? ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് -∆P/∆V/V എന്നാണ്. ∆P എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്ലൈഡ് പ്രഷർ എത്രയാണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്? 10⁻⁶ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അപ്ലൈഡ് പ്രഷർ എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? 10⁻⁶ എന്ന് തന്നിട്ടുണ്ട്. ∆V/V നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ? ∆V/V എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണെന്ന് കണ്ടുപിടിച്ചു? -2 × 10⁻⁻⁴ എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ മൈനസും എന്ത് ചെയ്തു പോകും മക്കളെ? ക്യാൻസലായി. മൈനസും എന്ത് ചെയ്തു പോകും? ക്യാൻസലായി പോകും. 10⁻⁴ മുകളിൽ ചെന്നാൽ 10⁻⁴ എന്ന് വരും. അപ്പോൾ 10⁻10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ 10⁻10 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ 0.5 × 10⁻10 എന്ന് കിട്ടും. 0.5 × 10⁻10 എന്ന് പറഞ്ഞാൽ 5 × 10⁻9 ആണ്. 0.5 × 10⁻10 എന്ന് പറഞ്ഞാൽ 5 × 10⁻9 ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് Nm/m². ആണ്. ബൾക്ക് മോഡുലസിൻ്റെ യൂണിറ്റ് Nm/m² തന്നെയാണ്. മക്കളെ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ∆V/V × 100 ആണ് 0.02% എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ∆V/V × 100ന് നമുക്ക് -0.02 എന്ന് കൊടുക്കാം. ഇനി ബൾക്ക് മോഡുലസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ബൾക്ക് മോഡുലസിൻ്റെ ഫോർമുല എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ബൾക്ക് മോഡുലസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് -∆P/∆V/V എന്നാണ്. അപ്പോൾ ഇവിടെ വോളിയത്തിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ആ തന്നിരിക്കുന്നത്. അപ്പോൾ ∆V/V × 100 ആ തന്നിരിക്കുന്നത്. ഓക്കെ, ∆V/V × 100 ആ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബൾക്ക് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൾക്ക് മോഡുലസിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 5 × 10⁻9 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫേവറേറ്റ് ചാപ്റ്റർ റൊട്ടേഷനിൽ നിന്ന്.
ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ചാപ്റ്ററാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൊട്ടേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് ക്യാപിറ്റൽ എം ആൻഡ് റേഡിയസ് ആർ ഈസ് സ്ലിപ്പിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻ പ്ലെയിൻ ഓഫ് ലെങ്ത് എൽ ആൻഡ് ഹൈറ്റ് എച്ച്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് വെൻ ദ സിലിണ്ടർ റീച്ചസ് ബോട്ടം? അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോമുല എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഫോമുല ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ആരാ മക്കളെ ഉരുണ്ട് വീഴുന്നത്? ഒരു സോളിഡ് സിലിണ്ടർ ആണ് വീഴുന്നത്, ആണോ? സോളിഡ് സിലിണ്ടർ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് എത്തുന്നു മക്കളെ? ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുന്നു. എത്ര ഹൈറ്റിൽ നിന്നാണ് വീഴുന്നതെന്ന് ചോദിച്ചാൽ എച്ച് ഹൈറ്റിൽ നിന്നാണ് വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയും, ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ എത്ര പൊട്ടൻഷ്യൽ എനർജി ലോസായി? എച്ച് ഹൈറ്റല്ലേ ലോസ് ആയത്. അപ്പോൾ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh ആണ്. ഈ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തായിട്ട് മാറുന്നത് മക്കളെ? ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. ഈ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്, അല്ലേ? സോ വാട്ട് ഈസ് ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി? അവൻ്റെ എച്ച് ഹൈറ്റ് അവൻ താഴേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്. ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ സ്ലിപ്പിംഗ് ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് ആൻഡ് റേഡിയസ് ആർ സ്ലിപ്പിംഗ് ഡൗൺ ഓൺ ആൻ ഇൻക്ലൈൻ പ്ലെയിൻ ഓഫ് ലെങ്ത് എൽ ആൻഡ് ഹൈറ്റ് എച്ച്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിലിണ്ടർ വെൻ ഇറ്റ് റീച്ചസ് ദ ബോട്ടം? ഓക്കെ മക്കളെ, ഇവിടെ ഒരു കാര്യം ക്വസ്റ്റ്യനിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ ഇൻക്ലൈൻ പ്ലെയിൻ സ്മൂത്താന്ന് വെച്ചോളൂ. ഇൻക്ലൈൻ പ്ലെയിൻ സ്മൂത്താന്ന് വെച്ചോളൂ. ഇൻക്ലൈൻ പ്ലെയിൻ എന്താണെന്ന് വെച്ചോളുക മക്കളെ? സ്മൂത്താന്ന് വെച്ചോളുക. സ്ലിപ്പിംഗ് ഡൗൺ ഓൺ ആൻ ഇൻക്ലൈൻ പ്ലെയിൻ. ഇൻക്ലൈൻ പ്ലെയിൻ സ്മൂത്ത് ആണെങ്കിൽ ഇവിടെ എന്ത് കാണത്തില്ല മക്കളെ? റൊട്ടേഷൻ കാണത്തില്ല. ഓർത്ത് വെച്ചേക്കണം, ഇവിടെ ഇൻക്ലൈൻ പ്ലെയിൻ സ്മൂത്ത് ആണെങ്കിൽ ഇവിടെ ഒരിക്കലും എന്ത് കാണത്തില്ല മക്കളെ? റൊട്ടേഷൻ കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് മാത്രമേ കാണത്തുള്ളൂ? ലീനിയർ മോഷൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എന്തെന്ന് കിട്ടും മക്കളെ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എം എന്ത് ചെയ്ത് പോകും മക്കളെ? ക്യാൻസലായി പോവും. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? റൂട്ട് ഓഫ് 2gh എന്ന് കിട്ടും. വെരി ഗുഡ്. ഓൺലി ട്രാൻസ്ലേഷൻ കുറേ പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓൺലി ട്രാൻസ്ലേഷൻ മാത്രമേ കാണത്തുള്ളൂ. ഈ സർഫസ് സ്മൂത്ത് ആണെങ്കിൽ ഓർത്ത് വെച്ചേക്കണം. അതുകൊണ്ടാണ് ഞാൻ ഫോമുല ഡയറക്റ്റ് പറയാഞ്ഞത്. ഇത് കാണുമ്പോഴേ ചിലർ ഫോമുല ഡയറക്റ്റ് എടുത്ത് പ്രയോഗിക്കും, റോളിംഗ് മോഷൻ്റെ ഫോമുല ഡയറക്റ്റ് എടുത്ത് പ്രയോഗിക്കും. അപ്പോൾ ആലോചിക്കുക, ഈ സർഫസ് സ്മൂത്ത് ആണെങ്കിൽ എന്താ മക്കളെ? അവിടെ റോളിംഗ് ഒന്നും നടക്കത്തില്ല. അവിടെ ജസ്റ്റ് അവൻ സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ അവിടെ ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജിയിൽ ഹാഫ് എം വി സ്ക്വയർ എടുക്കുക. ഓക്കെ, ഗെയിൻ ഇൻ കൈനറ്റിക് എനർജിയിൽ ഹാഫ് എം വി സ്ക്വയർ എടുക്കുക. വി സ്ക്വയർ എന്ന് പറയുന്ന 2gh ആണ്. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh. ഇനി അഥവാ ക്വസ്റ്റിനെ പറഞ്ഞുകൊണ്ട് ദർ ഈസ് സഫിഷ്യൻറ്റ് ഫ്രിക്ഷൻ ഓർ റോളിംഗ് ഈസ് പ്യുവർ റോളിംഗ് ഓർ ഇറ്റ് റോൾസ് ഡൗൺ വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്നൊക്കെ പറയുവാണെങ്കിൽ അതേത് സർഫസാണ് മക്കളെ? റഫ് സർഫസ് ആണ്. ഇറ്റ് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്നൊക്കെ പറയുവാണെങ്കിൽ അതേത് സർഫസാണ് മക്കളെ? റഫ് സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ റഫ് സർഫസ് ആണെങ്കിൽ ഇതേ ഫോമുല ഒരു ചെറിയൊരു മാറ്റേ ഉള്ളൂ. എന്താ മക്കളെ? mgh. ഓക്കെ, ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh. ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ പ്ലസ് ഹാഫ് i ഒമേഗ സ്ക്വയറും കൂടെ കൊടുക്കണം. റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറയുവാണെങ്കിൽ എന്താ മക്കളെ? ഗെയിൻ ഇൻ കൈനറ്റിക് എനർജിയിൽ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് i ഒമേഗ സ്ക്വയറും കൂടെ കൊടുക്കണം. പ്യുവർ റോളിങ്ങിൻ്റെ കണ്ടീഷൻ എന്താണ്? പ്യുവർ റോളിംഗ് ഓൺ എ സ്റ്റേഷനറി സർഫസിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒമേഗയ്ക്ക് എന്ത് കൊടുക്കാം മക്കളെ? വി ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് കൊടുക്കാം. ഇവിടെ ഒമേഗയ്ക്ക് വി ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ ഇത് സോളിഡ് സിലിണ്ടർ ആണ്. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഫോമുല എന്ന് പറയുന്നത് mr സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഇത് സോളിഡ് സിലിണ്ടർ ആണ്. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഫോമുല എന്ന് പറയുന്നത് mr സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വിത്തൗട്ട് സ്ലിപ്പിങ്ങും വിത്ത് സ്ലിപ്പിങ്ങും രണ്ട് കേസുണ്ട്. അപ്പോൾ ഈ സർഫസ് വെരി സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഇവന് ഓൺലി ട്രാൻസ്ലേഷൻ മോഷനെ കാണത്തുള്ളൂ. ഇഫ് ദർ ഈസ് സഫിഷ്യൻറ്റ് ഫ്രിക്ഷൻ എന്നോ അല്ലെങ്കിൽ ഇറ്റ് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്നൊക്കെ ക്വസ്റ്റിന് പറയുവാണെങ്കിൽ അതേത് സർഫസ് ആയിട്ട് എടുക്കണം മക്കളെ? റഫ് സർഫസ് ആയിട്ട് എടുക്കണം. എന്നിട്ട് mgh ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് i ഒമേഗ സ്ക്വയർ കൊടുക്കണം ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ ആണല്ലോ? മക്കളെ ഓക്കെ ആണോ? സ്മൂത്ത് ആകുമ്പോൾ എന്തിനാ ഹാഫ് i ഒമേഗ സ്ക്വയർ? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി അവിടെ വരുന്നില്ലല്ലോ.
ലീനിയർ കൈനറ്റിക് എനർജി അല്ലേ വരുന്നുള്ളൂ. മക്കളെ വീണ്ടും ക്വസ്റ്റ്യൻ ഫ്രം റൊട്ടേഷൻ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ റൊട്ടേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. എ യൂണിഫോം റോഡ് ഓഫ് മാസ് എം ആൻഡ് ലെങ്ത് എൽ. ഓക്കെ, ഒരു യൂണിഫോം റോഡ്, ഒരു റോഡുണ്ട്, മാസ് എം, ലെങ്ത് എൽ. അവൻ വൺ എൻഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. എബൌട്ട് ദിസ് ആക്സിസ് അവന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു റോഡാണെങ്കിൽ അവൻ്റെ വൺ എൻഡിൽ അവനെ ഇങ്ങനെ വെച്ചിരിക്കുവാണ്. അപ്പോൾ എബൌട്ട് ദാറ്റ് എൻഡ് അവൻ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? എബൌട്ട് ദാറ്റ് എൻഡ് അവന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ദർ ഈസ് നെഗ്ലിജിബിൾ ഫ്രിക്ഷൻ. The free end is held vertically above the pivot and then released. The angular acceleration of the rod when it makes an angle theta with vertical. അപ്പോൾ ആ റോഡ് എന്ന് പറയുന്നത് വെർട്ടിക്കലുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുമ്പോഴുള്ള ആംഗുലർ ആക്സിലറേഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഈ റോഡ് എബൌട്ട് ഏത് ആക്സിസാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ റോഡ് എബൌട്ട് ഏത് ആക്സിസാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ റോഡ് എബൌട്ട് ദിസ് ആക്സിസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ റോഡ് എബൌട്ട് ദിസ് ആക്സിസാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന വൺ ആൻഡ് ഓൺലി ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി ആണ്. പിന്നെ റിയാക്ഷൻ ഫ്രം ദിസ് ഹിഞ്ച് കാണും, അത് നമ്മൾ എടുക്കുന്നില്ല, കാര്യം അവന്മാർ പ്രൊവൈഡ് ചെയ്യുന്ന ടോർക്ക് 0 ആണ്. അപ്പോൾ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്ന ആരാ മക്കളെ? അവിടെ ടോർക്ക് പ്രൊവൈഡ് ചെയ്ത ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്ന എം ജി ആണ്. ഓക്കെ, ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്ന എം ജി ആണ്. ഓക്കെ, അപ്പം ഇത് യൂണിഫോം റോഡാണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അവൻ്റെ L/2 ഡിസ്റ്റൻസ് അകലെയായിരിക്കും. വൺ എൻഡിൽ നിന്ന് L/2 ഡിസ്റ്റൻസ് അകലെയായിരിക്കും അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും ഈ ആംഗിളും എത്ര തന്നെയാണ് മക്കളെ? തീറ്റ തന്നെയാണ്. നമുക്ക് എന്താ വേണ്ടത്? ഈ ഇൻസ്റ്റൻറ്റിലെ അവൻ്റെ ആംഗുലർ ആക്സിലറേഷൻ ആണ് വേണ്ടത്. അപ്പോൾ ആംഗുലർ ആക്സിലറേഷൻ വരുന്ന ഒരു ഫോമുല എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ടോയുടെ ഫോമുല എന്ന് പറയുന്നത് I ആൽഫയാണ്. അപ്പോൾ ആംഗുലർ ആക്സിലറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫോമുല എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു I ആൽഫയാണ്. എന്നാൽ ടോ എന്ന് പറഞ്ഞേ മക്കളെ, ടോ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്ന എം ജി ആണ്. അടുത്തതായിട്ട് നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം അല്ലേ? ഫോഴ്സ് എന്ന് പറയുന്ന എം ജി ആണ്. അടുത്തതായിട്ട് നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ L/2 കോസ് തീറ്റ വന്നേനെ. അപ്പോൾ ഇതാണെങ്കിൽ എന്ത് വരും മക്കളെ? L/2 സൈൻ തീറ്റ വരും. മക്കളെ മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ, കാര്യം ഇത് ക്വസ്റ്റിനെ തീറ്റ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര മക്കളെ? തീറ്റയാണ്. ഇതാരാ മക്കളെ? L/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് L/2 സൈൻ തീറ്റയാണ്. സോ വാട്ട് ഈസ് ടോർക്ക്? ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫോഴ്സ് ആരാ മക്കളെ? ഫോഴ്സ് എന്ന് പറയുന്ന എം ജി ആണ്. ഫോഴ്സ് എന്ന് പറയുന്ന ആരാ മക്കളെ? ഫോഴ്സ് എന്ന് പറയുന്ന എം ജി ആണ്. ദെൻ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 സൈൻ തീറ്റ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന L/2 സൈൻ തീറ്റ. ഹിയർ റോഡ് എബൌട്ട് വൺ എൻഡ് ആണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡ് എബൌട്ട് വൺ എൻഡ് ആണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എബൌട്ട് വൺ എൻഡ് റൊട്ടേറ്റ് ചെയ്താൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ml²/3 ആണ്. ഒരു റോഡ് എബൌട്ട് വൺ എൻഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ml²/3 ആണ്. ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? ഇൻറ്റു ആൽഫ എന്ന് കിട്ടും. ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? ഇൻറ്റു ആൽഫ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എമ്മും ക്യാൻസൽ ആവും, ഒരു എല്ലും ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ ആൻസർ 3g/12 സൈൻ തീറ്റ എന്ന് കിട്ടും. 3g/12 സൈൻ തീറ്റ എന്ന് കിട്ടും. 3g/12 സൈൻ തീറ്റ. കുറേ പേരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. നേരത്തെ ക്വസ്റ്റ്യനിൽ സോളിഡ് സ്പിയർ ആയിരുന്നോ? സോളിഡ് സിലിണ്ടർ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ആൽഫയാണ് വേണ്ടത് അല്ലേ? നമുക്ക് എന്താ വേണ്ടത് മക്കളെ? ആൽഫയാണ് വേണ്ടത്. ആൽഫ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 3 ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ 3g/12. അപ്പോൾ 3g/12 സൈൻ തീറ്റ ആണ്. അപ്പോൾ 3g/12 സൈൻ തീറ്റ എന്ന് കിട്ടും. സോ ദാറ്റ് വിൽ ബി ദ എക്സ്പ്രഷൻ ഫോർ ആൽഫ. സോ ദാറ്റ് വിൽ ബി 3g/12 സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ അതാണ് ആൽഫയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 bodies of mass 50 kg and 200 kg are placed at a distance 1 meter. The distance from the larger body at which intensity of gravitational field is 0. ഓക്കെ ആണല്ലോ? അപ്പോൾ രണ്ട് ബോഡി ഉണ്ട്, മാസ് 50 kg പിന്നെ ആരും ഉണ്ട് മക്കളെ? ഒരു 200 kg ഉണ്ട്. അപ്പോൾ അവിടെ രണ്ട് ബോഡീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരാളുടെ മാസ് എന്ന് പറയുന്ന എത്ര kg ആണ് മക്കളെ? അതിൽ ഒരാളുടെ മാസ് എന്ന് പറയുന്ന 50 kg ആണ്. ഓക്കെ,
അതേ കണക്ക് അതിൽ അടുത്ത ആളുടെ മാസം എന്ന് പറയുന്ന 200 kg ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റിൽ, ഇവർക്കിടയ്ക്കുള്ള സെപ്പറേഷൻ 1 മീറ്റർ ആണ്, ഇവർക്കിടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഇവർക്കിടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ 0 ആണോ? അങ്ങനെയാണെങ്കിൽ അത് ലാർജർ മാസിൽ നിന്ന്, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലാർജസ്റ്റ് ബോഡി അറ്റ് വിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0. ലാർജർ മാസുള്ള ബോഡി എന്ന് പറയുന്നത് 200 kg ആണ്. അപ്പോൾ അവനിൽ നിന്ന് എക്സ് ദൂരം അകലെയുള്ള പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എത്ര മക്കളെ? ഈ ദൂരം എന്ന് പറയുന്നത് 1 - x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എന്ന് പറയുന്നത് 1 - x. അങ്ങനെയാണെങ്കിൽ ഇവൻ അവിടെ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പറഞ്ഞ് gm/r² എന്നല്ലേ ഫോമുല. അപ്പോൾ g × 50 ഡിവൈഡഡ് ബൈ r. r എത്ര മക്കളെ? 1 - x. അപ്പോൾ 1 - x ദ ഹോൾ സ്ക്വയർ അല്ലേ മക്കളെ? പോയിന്റ് മാസിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഫോമുല എന്താണ്? gm/r². m മാസുള്ള പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് ചോദിച്ചാൽ gm/r² ആണ്. സോ ഇറ്റ് ഈസ് g × 50 ഡിവൈഡഡ് ബൈ 1 - x ദ ഹോൾ സ്ക്വയർ ആണ്. അതേ കണക്ക് അപ്പുറത്തെ ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ g × 200 ഡിവൈഡഡ് ബൈ r എന്ന് പറയുന്ന എത്ര എന്ന് വരും മക്കളെ? r എന്ന് പറയുന്ന x എന്ന് വരും, x² എന്ന് പറയുന്ന വരും. അപ്പോൾ ഇവൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ടുവാർഡ്സ് 50 kg ആണ്. ഇവൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ടുവാർഡ്സ് 200 kg ആണ്. അപ്പോൾ അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആകണമെങ്കിൽ 2 ക്യാൻസൽ ആകണം. 2 ക്യാൻസൽ ആകണമെങ്കിൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയാൽ മാത്രം പോരാ, മാഗ്നിറ്റ്യൂഡ് ഈക്വലും ആകണം. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയാൽ മാത്രം പോരാ, മാഗ്നിറ്റ്യൂഡ് ഈക്വലും ആവണം. അങ്ങനെയാണെങ്കിൽ ആര് ക്യാൻസൽ ആവും മക്കളെ? അങ്ങനെയാണെങ്കിൽ ജിയും ക്യാൻസൽ ആകും. 50യും 200ഉം വെട്ടിയാൽ എത്രയെന്ന് കിട്ടും മക്കളെ? 15 200ഉം വെട്ടിയാൽ 4 എന്ന് പറയുന്നത് കിട്ടും. ഇനി നമുക്ക് രണ്ട് സൈഡ് സ്ക്വയർ റൂട്ട് എടുക്കാം. അപ്പോൾ 1ൻ്റെ സ്ക്വയർ റൂട്ട് 1 തന്നെയാണ്. 1 - x ദ ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് 1 - x തന്നെയാണ്. 4ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2 തന്നെയാണ്. x² സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് x തന്നെയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 × x എന്ന് പറയുന്ന x ആണ്, 1 × 2 എന്ന് പറയുന്നത് 2 ആണ്. 2 - 2x എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ 3x = എത്രയാണെന്ന് കിട്ടും മക്കളെ? 3x = 2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ x = എത്രയാണെന്ന് കിട്ടും മക്കളെ? x = 2/3 മീറ്റർ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ x = 2/3 മീറ്റർ എന്ന് പറയുന്നത് കിട്ടും. മക്കളെ ലാർജർ മാസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലേടാ ചോദിച്ചിരിക്കുന്നത്. ലാർജർ മാസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലേ? അപ്പോൾ ലാർജർ മാസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലാർജർ മാസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? ലാർജർ മാസിൽ നിന്ന് 2/3 മീറ്റർ ഡിസ്റ്റൻസ്. മക്കളെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം കേട്ടോ. മിസ്റ്റേക്ക് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, A and B are 2 nails on a horizontal line. AC and BC are 2 uniform strings from which a weight of 100 Newton is suspended. The tension in AC എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ AC എന്ന് പറയുന്ന വയറിലെ ടെൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. പറവക്കളെ ഇത് ഇക്വിലിബ്രിയത്തിലാണ്, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതെന്തിലാണ് മക്കളെ? ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ AC എന്ന് പറയുന്ന വയറിലെ ടെൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് T1. പറവക്കളെ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ താഴേക്ക് ആക്ട് ചെയ്യും മക്കളെ? വെയിറ്റ് W ആക്ട് ചെയ്യും. W എന്ന് പറയുന്നത് എത്ര മക്കളെ? W എന്ന് പറയുന്നത് 100 ആണ്. ദെൻ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും മക്കളെ? ഇങ്ങോട്ടേക്ക് T1 ആക്ട് ചെയ്യും. ദെൻ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും മക്കളെ? ഇങ്ങോട്ടേക്ക് T2 ആക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടേക്ക് T1 ആക്ട് ചെയ്യും, ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും, T2 ആക്ട് ചെയ്യും. ഇനി എനിക്ക് എന്താ വേണ്ടത്? ആംഗിളുകളാണ് വേണ്ടത് മക്കളെ. ഇത് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കണം? ഇതെത്ര ആയിരിക്കും? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് 3 ഇത് 4 ആണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? 5 ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്ന 5 ആയിരിക്കും അല്ലേ? ഇത് 3 ആണ്, ഇത് 4 ആണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട്, കാര്യം ഈ ആംഗിൾ 90 എന്ന് ക്വസ്റ്റിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്ന് സൈൻ തീറ്റ പറഞ്ഞിടാം. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് പറയല്ലേ? സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് 4 ആണ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് 4 ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന 5 ആണ്. അപ്പോൾ സൈൻ തീറ്റ 4/5 കിട്ടണമെങ്കിൽ നമുക്കറിയാം തീറ്റ എന്ന് പറയുന്ന 53 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ തീറ്റ എന്ന് പറയുന്ന എത്ര ഡിഗ്രി ആയിരിക്കണം മക്കളെ? 53 ഡിഗ്രി ആയിരിക്കണം.
അപ്പോൾ തീറ്റ നോക്കുകയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കണം മക്കളെ? 53 ഡിഗ്രി ആയിരിക്കണം അല്ലേ? തീറ്റ 53 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ആ തീറ്റ 53 ഡിഗ്രി ആണെങ്കിൽ ഈ തീറ്റ എത്ര വരും മക്കളെ? ഇത് 37 ഡിഗ്രി എന്ന് വരും അല്ലേ? അപ്പോൾ അത് 53 ഡിഗ്രി ആകണമെങ്കിൽ ഇത് എത്ര ഡിഗ്രി വരും മക്കളെ? 37 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് 53 ഡിഗ്രി വരണമെങ്കിൽ ഇത് എത്ര വരും മക്കളെ? 37 ഡിഗ്രി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് 53 ആണെങ്കിൽ ഇതും എത്ര വരും മക്കളെ? ഇതും 53 വരും. ഇനി ഇത് 37 ആണെങ്കിൽ ഇതും എത്ര വരും മക്കളെ? ഇതും 37 വരും. അപ്പോൾ ഇത് 53 ആണെങ്കിൽ ഇതും 53 ആണ്. സിമിലർലി ഇത് 37 ആണെങ്കിൽ ഇതും എത്ര എന്ന് വരും മക്കളെ? 37 എന്ന് വരും. മക്കളെ ആരുടെ അനക്കമൊന്നും കാണുന്നില്ല, മനസ്സിലാവുന്നില്ലേ? പറയല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണെന്ന് വരും മക്കളെ? ഈ ആംഗിൾ 37 ഡിഗ്രി എന്ന് വരും അല്ലേ? സിമിലർലി ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് വരും? ഈ ആംഗിൾ എന്ന് പറയുന്നത് 53 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 53 ഡിഗ്രി എന്ന് വരും. കാര്യം പിടി കിട്ടിയല്ലോ. ഞാൻ ടീനെയാണ് റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് T1, ഇതാരാ മക്കളെ? T2 ആണ്. താഴോട്ട് ആര് ആക്ട് ചെയ്യുന്നു മക്കളെ? താഴോട്ട് 100 ന്യൂട്ടൺ ആക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആംഗിളുകൾ കണ്ടുപിടിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, ഇതൊക്കെ റിസോൾവ് ചെയ്താൽ എത്ര കിട്ടും മക്കളെ? T1 റിസോൾവ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് T1 cos 53 എന്ന് പറയുന്നത് കിട്ടും. ഇങ്ങോട്ടേക്ക് എന്ത് കിട്ടും? T1 sin 53 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ T1 cos 53 എന്ന് പറയുന്നത് 3T1 ഡിവൈഡഡ് ബൈ 5 ആണ്. സിമിലർലി T1 sin 53 എന്ന് പറയുന്നത് 4T1 ഡിവൈഡഡ് ബൈ 5 ആണ്. അത് കണക്ക് നമുക്ക് T2നെ റിസോൾവ് ചെയ്യാം. T2നെ റിസോൾവ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് T2 cos 37 എന്ന് പറയുന്നത് കിട്ടും. സിമിലർലി മുകളിലേക്ക് T2 sin 37 എന്ന് പറയുന്നത് കിട്ടും. T2നെ റിസോൾവ് ചെയ്യാം. T2 cos 37, T2 sin 37. അങ്ങനെയാണെങ്കിൽ ഇത് T2 cos 37 ആണ്. അപ്പോൾ അത് എത്രയാണെന്ന് കിട്ടും? 4T2 by 5 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ഇത് T2 sin 37 ആണ്. അപ്പോൾ അത് 3T2 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് കിട്ടും. 3T2 ഡിവൈഡഡ് ബൈ 5. ഇനി താഴോട്ട് ആരാക്ട് ചെയ്യും മക്കളെ? താഴോട്ട് വെയിറ്റ് എത്ര ന്യൂട്ടൺ മക്കളെ? വെയിറ്റ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആക്ട് ചെയ്യും. അപ്പോൾ താഴോട്ട് വെയിറ്റ് ആക്ട് ചെയ്യും. വെയിറ്റ് എന്ന് പറയുന്നത് എത്ര ന്യൂട്ടണോ ആക്ട് ചെയ്യും മക്കളെ? 100 ന്യൂട്ടണോ ആക്ട് ചെയ്യും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ സിയിലെ ടെൻഷനാണ് വേണ്ടത്. അപ്പോൾ T1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആരൊക്കെ ക്യാൻസലായി പോകും? ഇവന്മാർ രണ്ടും ക്യാൻസലായി പോകണം. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് രണ്ടും ക്യാൻസലായി പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആരൊക്കെ ക്യാൻസലായി പോകണമെന്ന് ചോദിച്ചാൽ 3T1 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 3T1 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 4T2 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. 3T1 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 4T2 ഡിവൈഡഡ് ബൈ 5 ആണ്. അപ്പോൾ 5 വെട്ടി പോവും. അങ്ങനെയാണെങ്കിൽ 3/4 T1 ഈസ് ഈക്വൽ ടു T2 എന്ന് കിട്ടും. അപ്പോൾ 3/4 T1 ഈസ് ഈക്വൽ ടു T2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3/4 T1 ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും മക്കളെ? T2 എന്ന് പറയുന്നത് കിട്ടും. ഇനി ഇത് ഇക്വിലിബ്രിയത്തിലാണുള്ള അടുത്ത കണ്ടീഷൻ പറഞ്ഞേ മക്കളെ. ഇത് ഇക്വിലിബ്രിയത്തിലാണുള്ള അടുത്ത കണ്ടീഷൻ വെർട്ടിക്കൽ ഫോഴ്സസും എന്ത് ചെയ്ത് പോകണം? ക്യാൻസലായി പോകണം. അപ്പോൾ 4T1/5 പ്ലസ് 3T2/5 ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം മക്കളെ? 100 ആയിരിക്കണം അല്ലേ? അപ്പോൾ 4T1 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 3T2 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്ന 100 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 4T1 പ്ലസ് 3T2 എന്ന് പറയുന്ന 500 ആയിരിക്കണം. 4T1 പ്ലസ് 3T2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം മക്കളെ? 500 ആയിരിക്കണം. 5 അപ്പുറം പറഞ്ഞു വിട്ടാൽ 500, വിച്ച് മീൻസ് 4T1 പ്ലസ് 3 ഇൻറ്റു T2 എന്ന് പറയുന്നത് 3/4 T1 എന്ന് പറയുന്നത് കിട്ടും. T2 എന്ന് പറഞ്ഞാൽ 3/4 T1 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 500 എന്ന് കിട്ടും. T2 എന്ന് പറഞ്ഞാൽ 3/4 T1 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 500 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് 16T1 പ്ലസ് 9T1 എന്ന് പറയുന്നത് 25T1 ആണ്. അപ്പോൾ 25T1 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 500 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T1 എന്ന് പറയുന്നത് 20 × 4 എത്രയാണെന്ന് കിട്ടും മക്കളെ? 80 എന്ന് പറയുന്നത് കിട്ടും. കാര്യം 25 15 വെട്ടിയാൽ 2 ആണ്. അപ്പോൾ 25 500 വെട്ടിയാൽ 20 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ T1 എന്ന് പറയുന്ന 80 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന AC എന്ന് പറയുന്ന വയറിലെ ടെൻഷനാണ്. അപ്പോൾ AC എന്ന് പറയുന്ന വയറിലെ ടെൻഷൻ എന്ന് പറയുന്നത് 60 ന്യൂട്ടൺ അല്ല മക്കളെ, 20 ന്യൂട്ടൺ 80 ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. എനിക്ക് തെറ്റിപ്പോയതാണോ? നിങ്ങൾക്ക് തെറ്റിയതാണോ? ആർക്ക് തെറ്റിയതാണോ? ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഓക്കെ ആണല്ലോ. 60 ന്യൂട്ടൺ ആണോ 80 ന്യൂട്ടൺ ആണോ? ആൻസർ എന്ന് പറയുന്നത് 80 ന്യൂട്ടൺ ആണ്. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 80 ന്യൂട്ടൺ ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ,
അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. ഒരു ബോഡി ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ആണ്, സ്ലൈഡിങ് എലോങ് എ ഫ്രിക്ഷൻലെസ് ട്രാക്ക് ഫ്രം എ ഹൈറ്റ് എച്ച് ആണ്. അപ്പോൾ അത് സ്ലൈഡ് ചെയ്ത് താഴേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അവൻ്റെ വെലോസിറ്റി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഇവിടെ എത്തുമ്പോൾ അവൻ്റെ വെലോസിറ്റി √2gh ആണ്. ആണോ? അവന് ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഒരു ലൂപ്പുണ്ട്, ഇവിടെ ഒരു സർക്കുലർ ഷേപ്പുള്ളൊരു ലൂപ്പുണ്ട്. ആ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യണം. ആ ലൂപ്പിൻ്റെ ഡയമീറ്ററാണ് ഡി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എച്ച് ഷുഡ് ബി ഈക്വൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എച്ച് ഷുഡ് ബി ഈക്വൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയല്ലേ? അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് ഇവിടം വരെ എത്തുമ്പം അവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്ന √2gh ആണ്. എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? ലോസ് ഇൻ പൊട്ടൻഷ്യൽ ജി ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന mgh ആണ്. ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ × m/v² ആണ്. അങ്ങനെയാണെങ്കിൽ m എന്ത് ചെയ്ത് പോകും മക്കളെ? ക്യാൻസൽ ആയി പോവും. അങ്ങനെയാണെങ്കിൽ v² = എത്ര എന്ന് കിട്ടും മക്കളെ? v² = 2gh എന്ന് കിട്ടും. അപ്പോൾ v² = 2gh എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ v √2gh എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവൻ ബോട്ടം എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്ന് പറയുന്ന √2gh ആണ്. അവൻ ബോട്ടം എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്ന് പറയുന്ന √2gh ആണ്. അവൻ ബോട്ടം എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്ന് പറയുന്ന √2gh ആണ്. ഇനി പറയാം, ഇവൻ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കണ്ടീഷൻ. വെലോസിറ്റി അറ്റ് ബോട്ടം എന്ന് പറയുന്നത് > √5gr ആണ് അല്ലേ? അപ്പോൾ അവൻ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അവൻ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് > √5gr ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ താഴെ എത്തിയപ്പോഴുള്ള വെലോസിറ്റി √2gh ആണ്. അപ്പോൾ √2gh എന്ന് പറയുന്നത് > √5gr ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാം. അതിനു മുന്നേ ആര് ക്യാൻസൽ ആയി പോകും മക്കളെ? ജി ക്യാൻസൽ ആയി പോകും. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്താൽ 2h ഷുഡ് ബി > 5r എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ h ഷുഡ് ബി > 5/2 ടൈംസ് r എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ h ഷുഡ് ബി > 5/2 ടൈംസ് r എന്ന് പറയുന്നത് കിട്ടും. ആറിന് നമുക്ക് എന്തെന്ന് എഴുതാം മക്കളെ? ആറിന് നമുക്ക് ഡയമീറ്ററിൻ്റെ പകുതി എന്ന് എഴുതി കൂടെ ഇടാം. അപ്പോൾ ആറിന് നമുക്ക് d/2 എന്ന് എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആറിന് നമുക്ക് d/2 എന്ന് എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ h ഷുഡ് ബി > എന്തെന്ന് കിട്ടും മക്കളെ? 5d/4 എന്ന് കിട്ടും. അപ്പോൾ ആറിനെ നമുക്ക് d/2 എന്ന് എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ h ഷുഡ് ബി > 5d/4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മിനിമം കേസായിട്ടുള്ള ആൻസർ എടുത്തങ്ങ് എഴുതിയാൽ മതി. മക്കളെ ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ എത്തുമ്പം അവൻ്റെ വെലോസിറ്റി √2gh ആണ്. അവൻ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവൻ്റെ വെലോസിറ്റി അറ്റ് ബോട്ടം എന്ന് പറയുന്നത് > √5gr ആണ്. ഇത് നിങ്ങൾ മോഷനെ വെർട്ടിക്കൽ സർക്കിളിലൊക്കെ പഠിക്കുന്നതാണ്. എന്നിട്ട് രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ മതി. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ h ഷുഡ് ബി > എന്തെന്ന് കിട്ടും മക്കളെ? 5d/4 എന്ന് കിട്ടും. അപ്പോൾ അതും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, എ വെർട്ടിക്കൽ സ്പ്രിങ് വിത്ത് എ ഫോഴ്സ് കോൺസ്റ്റന്റ് k ഫിക്സ്ഡ് ഓൺ എ ടേബിൾ. എ ബോൾ ഓഫ് മാസ് m at a height h above the free upper end of the spring falls vertically on the spring so that spring is compressed by a distance d. The net work done in this process ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇതായിരുന്നു സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പ്രിങ്ങിലേക്ക് മാസുള്ള ഒരു ബോൾ എടുത്തിട്ടു. അത് ഇവൻ്റെ ഫ്രീ എൻഡിൽ നിന്ന് h ഡിസ്റ്റൻസ് അകലെയാണെന്ന് വെച്ചോളൂ. സ്പ്രിങ്ങിനെ ഒരു എൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. സ്പ്രിങ്ങിൻ്റെ ഫ്രീ എൻഡിൽ നിന്ന് h ഹൈറ്റിൽ നിന്ന് ഒരു മാസുള്ള ബോൾ ഇതിലേക്ക് എടുത്ത് താഴേക്ക് ഇട്ടു. A vertical spring with a force constant k fixed on a table. A ball of mass m at a height h above the free upper end of the spring falls vertically so that spring is compressed by a distance d. അപ്പോൾ spring is compressed by a distance d. അപ്പോൾ ആ ബോൾ ഇവിടെ ഒന്ന് വീഴുമ്പോൾ എന്ത് പറ്റും മക്കളെ? സ്പ്രിങ് കംപ്രസ്ഡ് ആവും അല്ലേ? അപ്പോൾ ആ ബോൾ ഇവിടെ ഒന്ന് വീഴുമ്പം സ്പ്രിങ് എന്താവും മക്കളെ? സ്പ്രിങ് കംപ്രസ്ഡ് ആയി.
എത്ര ദൂരം കംപ്രസ്ഡ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡി ദൂരം കംപ്രസ്ഡ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ബോൾ വന്ന് വീണതിൻ്റെ ഫലമായിട്ട് അവൻ ഡി ദൂരം കംപ്രസ്ഡ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് നെറ്റ് വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നെറ്റ് വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് പേരാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യം ആരൊക്കെയാണ് മക്കളെ? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. അപ്പോൾ ആദ്യം വർക്ക് ചെയ്ത ആളെന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ആണ്. ഓക്കെ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന എം ജി ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന എം ജി ആണ്. എത്ര ദൂരം താഴേക്ക് പോയി? അപ്പോൾ ബോൾ എച്ച് പ്ലസ് ഡി ദൂരമാണ് താഴേക്ക് പോയത്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്ന എം ജി ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് അല്ല, എച്ച് പ്ലസ് ഡി ആണ്. കാര്യം ഈ ഡ്യൂറേഷനിലും ആരാക്ട് ചെയ്യുന്നുണ്ട് മക്കളെ? ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഡ്യൂറേഷനിലും ആരാക്ട് ചെയ്യുന്നുണ്ട് മക്കളെ? ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എം ജി ആണ് താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് ഡി ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് എം ജി ഇൻറ്റു എച്ച് പ്ലസ് ഡി ആണ്. മക്കളെ ഇനി അവിടെ വർക്ക് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് സ്പ്രിംഗ് ഫോഴ്സ് ആണ്. വേറെ എയർ റെസിസ്റ്റൻസിനെ ഒന്നും നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ഡേറ്റയൊന്നും തന്നിട്ടില്ല. അപ്പോൾ രണ്ട് പേരെ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. ആരൊക്കെയാണ് മക്കളെ? ഗ്രാവിറ്റിയും സ്പ്രിംഗ് ഫോഴ്സ്. എന്നാ പറ, സ്പ്രിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്ര മക്കളെ? ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. ഇവിടെ സ്പ്രിംഗ് ഫോഴ്സ് എങ്ങോട്ടാണ്? സ്പ്രിംഗ് കംപ്രസ്ഡ് ആണ് ആയത്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് മുകളിലോട്ടായിരിക്കും അല്ലേ? ഇങ്ങനെ ഇരുന്ന സ്പ്രിങ്ങിനെ കംപ്രസ് ആണ് ചെയ്തത്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് മുകളിലോട്ടാണ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ് മക്കളെ? താഴോട്ടാണ്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ നമുക്കറിയാം സ്പ്രിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഡി വരും. അപ്പോൾ ഹാഫ് കെ ഡി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ ഹാഫ് കെ ഡി സ്ക്വയർ എന്ന് വരും. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വർക്ക് ഡൺ എന്ന് മനസ്സിലായല്ലോ? ഇവനെ കംപ്രസ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ് മക്കളെ? താഴോട്ട്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് വർക്ക് ഡൺ എന്ത് കൊടുത്തത് മക്കളെ? നെഗറ്റീവ് കൊടുത്തത്. അപ്പോൾ ഇവിടെ രണ്ട് പേരെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി മക്കളെ? ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തെന്ന് കിട്ടും? എം ജി ഇൻറ്റു എച്ച് പ്ലസ് ഡി എന്ന് പറയുന്നത് കിട്ടും അല്ലേ? മൈനസ് ഹാഫ് കെ ഡി സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതാണ് നെറ്റ് വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ഈ കേസിലെ നെറ്റ് വർക്ക് ഡൺ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്ന പോസിറ്റീവ് വർക്കും സ്പ്രിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്ന നെഗറ്റീവ് വർക്കുമാണ്. ഇവിടെ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്ന പോസിറ്റീവ് വർക്കും സ്പ്രിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്ന ഏത് വർക്കുമാണ് മക്കളെ? നെഗറ്റീവ് വർക്കുമാണ്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എ പ്രൊജക്ടൈൽ ഓഫ് മാസ് എം ത്രോൺ വിത്ത് എ വെലോസിറ്റി മേക്കിംഗ് ആൻ ആംഗിൾ 60 degree വിത്ത് വെർട്ടിക്കൽ നെഗ്ലക്റ്റിംഗ് എയർ റെസിസ്റ്റൻസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫ്രം ദ ഡിപ്പാർച്ചർ എ ടു അറൈവൽ ബി. അപ്പോൾ ഈ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ? പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എത്ര മക്കളെ? വി. എത്ര ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്തത്? 60 ഡിഗ്രിയിലാണ് പ്രൊജക്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവൻ കറങ്ങി ഇവിടെ എത്തും. സോറി, കറങ്ങിയല്ല, പ്രൊജക്ടൈൽ മോഷനാണ്. അപ്പോൾ ഇവൻ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തും. അപ്പോൾ ഇതാണ് അറൈവൽ പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അറൈവൽ പോയിന്റിലും അവൻ്റെ വെലോസിറ്റി എത്ര തന്നെയായിരിക്കും മക്കളെ? അറൈവൽ പോയിന്റിലും അവൻ്റെ വെലോസിറ്റി വി തന്നെ ആയിരിക്കും. അപ്പോൾ അവനെ പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി വി ആണെങ്കിൽ അതേ ലെവലിലെത്തുമ്പോൾ അവൻ്റെ വെലോസിറ്റി അഗെയിൻ എത്ര തന്നെയായിരിക്കും? വി തന്നെ ആയിരിക്കും. എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ അതേ ആംഗിളും തന്നെ ആയിരിക്കും. അതായത് ഇത് 60 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 60 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഇതും എത്ര തന്നെ ആയിരിക്കും മക്കളെ? 60 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും മക്കളെ? ഇത് 60 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 60 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ മൊമെൻറ്റം പറഞ്ഞേ മക്കളെ? മൊമെൻറ്റത്തിനെ വെലോസിറ്റിയുടെ കൂടെ മാസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. മൊമെൻറ്റം കണ്ടുപിടിക്കാൻ വെലോസിറ്റിയുടെ കൂടെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി മക്കളെ? മാസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയും മൊമെൻറ്റം എം വി ആണ്, ഇവിടെയും മൊമെൻറ്റം എം വി ആണ്. പക്ഷേ രണ്ട് മൊമെൻറ്റങ്ങളും രണ്ട് ഡയറക്ഷനിലാണ്. ഓക്കെ, രണ്ട് മൊമെൻറ്റങ്ങളും രണ്ട് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ മൊമെൻറ്റത്തിനെ റിസോൾവ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് എം വി കോസ് 60 വരും, ഇങ്ങോട്ടേക്ക് എം വി സൈൻ 60 വരും. അപ്പോൾ ഈ മൊമെൻറ്റത്തിനെ റിസോൾവ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് എം വി കോസ് 60 വരും. അപ്പോൾ എം വി കോസ് 60 എന്ന് പറഞ്ഞാൽ എം വി ബൈ 2. ഇങ്ങോട്ടേക്ക് എം വി സൈൻ 60 വരും. എം വി സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 എം വി ആണ്. ഓക്കെ ആണല്ലോ?
അതേ കണക്ക് ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടേക്ക് എം വി കോസ് 60 വരും, ഇവിടേക്ക് എന്ത് വരും മക്കളെ, എം വി സൈൻ 60 വരും. അപ്പോൾ എം വി കോസ് 60 എന്ന് പറഞ്ഞാൽ എം വി ബൈ 2 തന്നെയാണ് അല്ലേ. ഇനി ഈ മൊമെൻറ്റത്തിനെ നമ്മൾ റിസോൾവ് ചെയ്തു. അപ്പോൾ എം വി കോസ് 60 എം വി ബൈ 2 ആണ്. അടുത്ത എം വി സൈൻ 60 എന്ന് പറഞ്ഞാൽ √3 എം വി ബൈ 2 ആണ്. എം വി സൈൻ 60 എന്ന് പറഞ്ഞാൽ √3 എം വി ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് എം വി ആണ്. അപ്പോൾ എം വി കോസ് 60 എം വി ബൈ 2, എം വി സൈൻ 60 √3 എം വി ബൈ 2. എം വി കോസ് 60 എം വി ബൈ 2, എം വി സൈൻ 60 എന്ന് പറഞ്ഞാൽ √3 എം വി ബൈ 2. സോ വാട്ട് ഈസ് എ ഇൻഷ്യൽ മൊമെൻറ്റം? ഇൻഷ്യൽ മൊമെൻറ്റം ഒന്ന് വെക്ടറാക്കി പറയുവാണെങ്കിൽ നമുക്ക് പല ഡയറക്ഷനിൽ കിടക്കുന്നതുകൊണ്ട് വെക്ടർ ഫോമിൽ എഴുതാം. അപ്പോൾ എം വി ബൈ 2 ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് √3 എം വി ബൈ 2 ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് വരും. എം വി ബൈ 2 ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് √3 എം വി ബൈ 2 ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് വരും. സോ ദിസ് ഈസ് ദ ഇൻഷ്യൽ മൊമെൻറ്റം. സോ വാട്ട് വിൽ ബി ദ ഫൈനൽ മൊമെൻറ്റം? എന്നാ പറഞ്ഞേ മക്കളെ, ഫൈനൽ മൊമെൻറ്റം പറഞ്ഞേ. അപ്പോൾ അറൈവ് ചെയ്യുമ്പോഴുള്ള ഫൈനൽ മൊമെൻറ്റം പറഞ്ഞേ. സോ അത് എം വി ബൈ 2 റൈറ്റിലേക്കാണ്. അപ്പോൾ അത് എത്ര വരും മക്കളെ, എം വി ബൈ 2 ഐ ക്യാപ്പ് എന്ന് വരും. അത് എം വി ബൈ 2 ഐ ക്യാപ്പ് എന്ന് വരും. ഇനി എന്താ മക്കളെ, √3 എം വി ബൈ 2 താഴേക്കാണ്. അപ്പോൾ √3 എം വി ബൈ 2 മൈനസ് ജെ ക്യാപ്പ് എന്ന് വരും. അപ്പോൾ √3 എം വി ബൈ 2 മൈനസ് ജെ ക്യാപ്പ് എന്ന് വരും. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഡെൽറ്റ പി വെക്റ്റർ എത്ര എന്നാണ് വേണ്ടത്? ഓക്കെ, നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ് വേണ്ടത്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് പി എഫ് മൈനസ് പി ഐ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് പി എഫ് മൈനസ് പി ഐ ആണ്. അപ്പോൾ ഈ രണ്ട് ടൈമും കൂടെ എന്ത് ചെയ്ത് കളയണം മക്കളെ, ക്യാൻസൽ ചെയ്ത് പോകണം. സബ്ട്രാക്ട് ചെയ്യണം. ഈ രണ്ട് ടൈമും കൂടെ എന്ത് ചെയ്യണം മക്കളെ, സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എം വി ബൈ 2 ഐ മൈനസ് എം വി ബൈ 2 ഐ എന്തായി പോകും മക്കളെ, 0 ആയി പോകും. അപ്പോൾ √3 എം വി ബൈ 2 മൈനസ് ജെ മൈനസ് √3 എം വി ബൈ 2 ജെ എന്ന് വരും. അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് √3 എം വി ജെ എന്ന് കിട്ടും. മൈനസ് √3 എം വി ജെ എന്ന് കിട്ടും. നമുക്ക് ഇതിൻ്റെ എന്താണ് വേണ്ടത്, മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുവാണെങ്കിൽ √3 എം വി എന്ന് കിട്ടും. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √3 എം വി എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. മക്കളെ, അപ്പം എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ 2p sin 60 എന്നൊക്കെ അല്ലെങ്കിൽ 2mv sin 60 എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഫോമുല വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ അറ്റ് t equal to 0 and moves on xy plane. Net acceleration of the particle is a directed along y-axis. Then equation of trajectory of the particle is y is equal to bx square. Component of velocity along x-axis എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ അറ്റ് t equal to 0. ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നു, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നെറ്റ് ആക്സലേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് എ. നെറ്റ് ആക്സലേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ എ ആണ്. ഡയറക്റ്റഡ് അലോങ് വൈ ആക്സിസ് ആണ്. പാർട്ടിക്കിളിൻ്റെ ആക്സലേഷൻ എ ആണ്. ദാറ്റ് വിൽ ബി അലോങ് വൈ ആക്സിസ് ആണ്. ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി ഓഫ് ദ പാർട്ടിക്കിൾ പറയോക്കളെ. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി ഓഫ് ദ പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ y തന്നിട്ടുണ്ട്. y എന്ന് പറയുന്നത് bx² എന്ന് തന്നിട്ടുണ്ട്. ഞാൻ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തെന്ന് കിട്ടും മക്കളെ, dy/dt എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ b എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. x² ഡെറിവേറ്റീവ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം, x² ഡെറിവേറ്റീവ് 2x ആണ്. വിത്ത് റെസ്പെക്ട് t ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇൻറ്റു എന്ന് കൂടെ കൊടുക്കണം മക്കളെ, dx/dt കൂടെ കൊടുക്കണം. അപ്പോൾ ഇതാരാ മക്കളെ, dy/dt നമുക്ക് എന്തെന്ന് കൊടുക്കാം മക്കളെ, vy എന്ന് പറയുന്നത് കൊടുക്കാം അല്ലേ. അപ്പോൾ 2 ഉണ്ട്, പിന്നെ ആരുണ്ട്, b ഉണ്ട്, പിന്നെ ആരുണ്ട്, x ഉണ്ട്, പിന്നെ dx/dt നമുക്ക് എന്തെന്ന് കൊടുക്കാം മക്കളെ, vx എന്ന് പറയുന്നത് കൊടുക്കാം. മക്കളെ ഞാൻ ഇതിനെ വീണ്ടും ഒന്ന് വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഈ ഇക്വേഷനെ, നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷനെ ഞാൻ വീണ്ടും ഒന്ന് വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷ്യേറ്റ് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ഇക്വേഷനെ ഞാൻ വീണ്ടും ഒന്ന് വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതെന്തെന്ന് കിട്ടും മക്കളെ, dvy/dt എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് dvy/dt എന്ന് പറയുന്നത് കിട്ടും. ഇവിടെ എക്സും വേരിയബിൾ ആണ്, vxും വേരിയബിൾ ആണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 2b നമുക്കങ്ങ് പുറത്തിട്ടേക്കാം.
ടൂവും കോൺസ്റ്റൻ്റ് ആണ്, ബിയും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇത് വേരിയബിൾ ആണ്, ഇതും വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അല്ലേ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ വി എക്സ് ഇൻറ്റു എന്തെന്ന് എഴുതാം മക്കളെ? ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ക്വസ്റ്റിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നെറ്റ് ആക്സിലറേഷൻ വിൽ ബി അലോങ് വൈ ആക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എ വൈ എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 2b ഇൻറ്റു പറഞ്ഞേ മക്കളെ, ഇതിന് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി ടി എ ആണ്. അപ്പോൾ അതിന് എക്സ് എന്ന് പറയുന്നത് എഴുതാം. ഇതെന്താ മക്കളെ? വി എക്സ് ആണ്. ഡി എക്സ് ബൈ ഡി ടിയും ആര് തന്നെയാണ് മക്കളെ? വി എക്സ് തന്നെയാണ്. ഡി എക്സ് ബൈ ഡി ടിയും ആര് തന്നെയാണ്? വി എക്സ് തന്നെയാണ്. ഇത് വി എക്സ് ആണ്. ഡി എക്സ് ബൈ ഡി ടിയും ആര് തന്നെയാണ് മക്കളെ? വി എക്സ് തന്നെയാണ്. ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് നെറ്റ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് എ ആൻഡ് ഡയറക്റ്റഡ് അലോങ് വൈ ആക്സിസ് ആണ്. അപ്പോൾ എ വൈ എന്ന് പറയുന്നത് ആരാ മക്കളെ? എ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2b ഇൻറ്റു, അതായത് നെറ്റ് ആക്സിലറേഷൻ അലോങ് വൈ ആക്സ് ആണ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ എന്തില്ല? ആക്സിലേഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ എന്തില്ല? ആക്സിലേഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് എന്താ മക്കളെ? 0 ആണ്. എന്ന് പറഞ്ഞാൽ ഈ ടേം എന്തായി പോകും മക്കളെ? 0 ആയി പോകും. കാര്യം പിടി കിട്ടിയോ? ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് നെറ്റ് ആക്സിലേഷൻ ഈസ് അലോങ് വൈ ആക്സിസ്. അപ്പോൾ നെറ്റ് ആക്സിലേഷൻ അലോങ് വൈ ആക്സ് ആണ്. അപ്പോൾ വൈ ആക്സിൽ മാത്രമേ ആക്സിലേഷൻ ഉള്ളൂ. അപ്പോൾ എ വൈക്ക് നമുക്ക് എന്ന് കൊടുക്കാം. അപ്പോൾ ആക്സിലേഷൻ അലോങ് എക്സ് ആക്സ് ഇല്ല. അപ്പോൾ എക്സ് 0 കൊടുക്കണം. അപ്പോൾ ഈ ടൈം എന്തായി പോകും മക്കളെ? 0 ആയി പോകും. അപ്പോൾ വി എക്സ് ഇൻറ്റു വി എക്സ് എന്ന് പറഞ്ഞാൽ വി എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും. വി എക്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വി എക്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എ ബൈ 2b ഈസ് ഈക്വൽ ടു വി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് എ ബൈ 2b ഈസ് ഈക്വൽ ടു വി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ വി എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബൈ 2b എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വി എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബൈ 2b എന്ന് പറയുന്നത്. മക്കളെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ. അപ്പം വി എക്സ് വെലോസിറ്റി കമ്പണൻ്റ് ഓഫ് വെലോസിറ്റി അലോങ് എക്സ് ആക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പണൻ്റ് ഓഫ് വെലോസിറ്റി അലോങ് എക്സ് ആക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബൈ 2b എന്ന് കിട്ടും. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഓഫ് മോഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ മാസ് ഓഫ് എം ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ കാർട്ട്. ദ കോഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് കാർട്ട് ഈസ് മ്യൂ. ആക്സിലേഷൻ ആൽഫ ഓഫ് ദ കാർട്ട് ദാറ്റ് വിൽ പ്രിവെന്റ് ദ ബ്ലോക്ക് ഫ്രം ഫോളിങ്. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ താഴോട്ട് ആര് ആക്ട് ചെയ്യും മക്കളെ? താഴോട്ട് എം ജി ആക്ട്. റൈറ്റിലോട്ട് ആര് ആക്ട് ചെയ്യും മക്കളെ? ഈ കാർ ഇതിനെ ഇങ്ങോട്ടേക്ക് വന്ന് ഇടിക്കുവാണ്. ഈ കാർ ഇതിനെ ഇങ്ങോട്ടേക്ക് വന്ന് ഇടിക്കുവാണ്. അപ്പോൾ റൈറ്റിലോട്ട് ആര് ആക്ട് ചെയ്യും മക്കളെ? നോർമൽ റിയാക്ഷൻ ആക്ട്. ഇനി ഇങ്ങോട്ടേക്ക് എന്തുണ്ട് മക്കളെ? ഇവനൊരു ആക്സിലേഷൻ ഉണ്ട്. ഇവനൊരു ആക്സിലേഷൻ എ ആണ്. ഫ്രിക്ഷൻ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇവിടെ ഫ്രിക്ഷൻ മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാര്യം ഇത് സ്ലൈഡ് ചെയ്ത് താഴേക്ക് ഇറങ്ങുമ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി പറോക്കളെ എൻ ആണ് ഇവന് എ ആക്സിലേഷൻ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും? എം എ എന്ന് പറയാൻ പറ്റും. എന്നാണ് ഇവന് എ ആക്സിലേഷൻ കൊടുക്കുന്നത്. എൻ എന്ന് പറയുന്ന ഫോഴ്സാണ് എം മാസിന് എ ആക്സിലേഷൻ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും എൻ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന് പറയാൻ പറ്റും. എൻ എന്ന് പറയുന്ന ഫോഴ്സാണ് എം മാസിന് എ ആക്സിലേഷൻ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എൻ ഈസ് ഈക്വൽ ടു എത്ര എന്ന് പറയാൻ പറ്റും മക്കളെ? എം ഇൻറ്റു എ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ബ്ലോക്ക് താഴെ വീഴാൻ പാടില്ല. ബ്ലോക്ക് താഴെ വീഴാതിരിക്കണമെന്നുള്ള കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലോക്ക് വിൽ നോട്ട് സ്ലൈഡ്. എന്താ മക്കളെ കണ്ടീഷൻ എന്ന് പറയുന്നത്? ബ്ലോക്ക് വിൽ നോട്ട് സ്ലൈഡ് എപ്പോഴാണ്? എം ജി ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിനെ ഓവർകം ചെയ്യാൻ പാടില്ല. എം ജി ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ സ്ലൈഡ് ചെയ്ത് താഴോട്ട് പോകത്തില്ല. അപ്പോൾ ബ്ലോക്ക് വിൽ നോട്ട് സ്ലൈഡ്. ബ്ലോക്കിൽ സ്ലൈഡ് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എം ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം മക്കളെ? എഫ് മാക്സ് ആയിരിക്കണം. അപ്പോൾ ബ്ലോക്ക് സ്ലൈഡ് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എം ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് മാക്സ് ആയിരിക്കണം. അഥവാ എം ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് മാക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് മ്യൂസ് ഇൻറ്റു എൻ എന്നാണ്. മ്യൂസ് ഇൻറ്റു എൻ എന്നാണ് അല്ലേ? ഇനി എൻ എത്ര നമുക്ക് കിട്ടി മക്കളെ? എം എ എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ എം ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ഇൻറ്റു എം എ ആയിരിക്കണം. എം ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ഇൻറ്റു എം എ ആയിരിക്കണം. അപ്പോൾ എം എന്ത് ചെയ്ത് പോകും മക്കളെ? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ജി ബൈ എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ആയിരിക്കണം. ജി ബൈ എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ആയിരിക്കണം. ഓർ മ്യൂ എന്ന് പറയുന്നത് അപ്പോൾ മ്യൂവിൻ്റെ കാര്യമല്ല അവർ ചോദിച്ചിരിക്കുന്നത്, ആക്സിലേഷൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ ആയി തിരിച്ചിട്ടാൽ.
അപ്പോൾ തിരിച്ചിട്ടാൽ മ്യൂ എ എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ആയിരിക്കും. മ്യൂ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ആയിരിക്കും. അപ്പോൾ മ്യൂ എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ആയിരിക്കണം. അപ്പോൾ മ്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ബൈ എ ആയിരിക്കും. അപ്പോൾ ഇവൻ സ്ലൈഡ് ചെയ്ത് പോകാതിരിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എം ജി ആണ് അവനെ താഴേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എം ജി എന്ന് പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് മാക്സ് ആയിരിക്കണം. എഫ് മാക്സിൻ്റെ ഫോർമുല മ്യൂ ഇൻറ്റു എൻ ആണ്. എന്നിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം മക്കളെ? എ എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ എ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ബൈ മ്യൂ ആയിരിക്കണം. അപ്പോൾ എ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അവർ എ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, വീണ്ടും ഞാൻ തിരിച്ചെഴുതിക്കണം. അപ്പോൾ എ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം മക്കളെ? ജി ബൈ മ്യൂ ആയിരിക്കണം. എ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ബൈ മ്യൂ ആയിരിക്കണം. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 1 ആൻസറിലേക്ക്. മക്കളെ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് ഫോർമുല അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻസർ 4 അല്ല. ആൻഡ് ഓപ്ഷൻ 4 ജി ബൈ മ്യൂ എം എന്ന് കിടപ്പുണ്ട്. എം ഇല്ല. ആക്സിലേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ബൈ മ്യൂ. ഓക്കെ, ഇതെപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഒന്ന് മാറ്റി വായിച്ചേക്കണം. ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. മെഷേർഡ് വാല്യൂ ഓഫ് എൽ ഈസ് 20 സെൻറ്റിമീറ്റർ, നോൺ ടു 1 millimeter ആക്യുറസി, ആൻഡ് ടൈം ഫോർ 100 ഓസിലേഷൻ ഓഫ് ദ പെൻഡുലം ഈസ് ഫൗണ്ട് ടു ബി 90 സെക്കൻഡ് യൂസിങ് എ റിസ്റ്റ് വാച്ച് ഓഫ് 1 second റെസൊല്യൂഷൻ. ദ ആക്യുറസി ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടൈം പീരീഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ടൈം പീരീഡിൻ്റെ ഫോർമുല 2π റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. അല്ലേ, നമുക്കിവിടെ അങ്ങ് എന്ത് ചെയ്ത് കളയാം മക്കളെ? സ്ക്വയർ ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 × π² ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? എൽ ബൈ ജി എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും മക്കളെ? ജി എന്ന് പറയുന്നത് 4 × π² ഇൻറ്റു എൽ ബൈ t² എന്ന് പറയുന്നത് കിട്ടും. ദ ആക്യുറസി ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ജി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജിയിലെ പെർസെൻറ്റേജ് എററാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജിയിലെ പെർസെൻറ്റേജ് എററാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് ജിയിലെ പെർസെൻറ്റേജ് എററാണ്. മാക്സിമം വാല്യൂ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ജി ബൈ ജി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് 2 ഇൻറ്റു എന്തെന്ന് കിട്ടും? 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി എന്ന് പറയുന്നത് കിട്ടും. ഞാൻ ഫുള്ള് പറയുന്നില്ല, ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട് മക്കളെ? എൽ തന്നിട്ടുണ്ട്. എൽ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? എൽ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എൽ തന്നിട്ടുണ്ട്. എൽ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നോൺ ടു 1 millimeter അക്യുറസി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഡെൽറ്റ എല്ല തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 1 millimeter ആണ്. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 1 millimeter ആണ്. ഓക്കെ, അപ്പം എൽ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, ഡെൽറ്റ എല്ലും മില്ലിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കുക. അപ്പോൾ 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 200 millimeter ആണ്. 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 200 millimeter. എന്നാലേ അത് ക്യാൻസലായി പോകത്തുള്ളൂ. ഒരേ യൂണിറ്റ് ആണെങ്കിലേ ഡെൽറ്റ എൽ ബൈ എൽ ക്യാൻസലായി പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. 100 ഓസിലേഷൻ ആൻഡ് ടൈം ഫോർ 100 ഓസിലേഷൻ ഓഫ് ദ പെൻഡുലം ഈസ് ഫൗണ്ട് ടു ബി 90 സെക്കൻഡ്. അപ്പോൾ 100 ഓസിലേഷൻ എടുത്ത ടൈമാണ് 90 സെക്കൻഡ്. 100 ഓസിലേഷൻ എടുത്ത ടൈമാണ് 90 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 100 ഓസിലേഷൻ എടുത്ത ടൈമാണ് 90 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷൻ എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 90/100 സെക്കൻഡാണ്. അതായത് 9/10 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരിയഡ് എന്ന് പറയുന്നത് 90/100 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 90/100 സെക്കൻഡാണ്. അപ്പോൾ 100 ഓസിലേഷൻ എടുത്ത ടൈമാണ് 90 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 ഓസിലേഷൻ എടുത്ത ടൈമാണ് 100 ഓസിലേഷൻ ഓഫ് ദ പെൻഡുലം ഈസ് ഫൗണ്ട് ടു ബി 90 സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ റിസ്റ്റ് വാച്ചിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 സെക്കൻഡാണ്. അതായത് അവന് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ടൈം എന്ന് പറയുന്ന 1 സെക്കൻഡാണ്. അപ്പോൾ അതിൽ വരാവുന്ന എറർ എന്ന് പറയുന്ന 1 സെക്കൻഡാണ്. ആ റെസൊല്യൂഷൻ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ എററാണ്. അപ്പോൾ അത് 1 സെക്കൻഡാണ്. പക്ഷേ അവിടെ പ്രശ്നമുണ്ട്. 100 ഓസിലേഷൻ മെഷർ ചെയ്യുമ്പോഴുള്ള എററാണ് 1 സെക്കൻഡ്. 100 ഓസിലേഷൻ മെഷർ ചെയ്യുമ്പോൾ എററാണ് ആരെന്ന് പറയുന്ന മക്കളെ? 1 സെക്കൻഡ് എന്ന് പറയുന്നത്. 100 ഓസിലേഷൻ മെഷർ ചെയ്യുമ്പോഴുള്ള എററാണ്
1 സെക്കൻഡ് എന്ന് പറയുന്നത്. 100 ഓസിലേഷൻ മെഷർ ചെയ്യുമ്പോഴുള്ള എററാണ് 1 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷൻ മെഷർ ചെയ്യുമ്പോഴുള്ള എറർ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 1/100 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഒരു ഓസിലേഷൻ മെഷർ ചെയ്യുമ്പോൾ എറർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ കിട്ടുന്നത്? 1/100 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിൽ വരാവുന്ന എറർ എന്ന് പറയുന്നത് 1/100 ആണ്. ഓക്കെ, അപ്പോൾ 1/100 സെക്കൻഡാണ്. അപ്പോൾ ടൈം പീരീഡിൽ വരാവുന്ന എറർ എന്ന് പറയുന്നത് എത്ര മക്കളെ? ടൈം പീരീഡിൽ വരാവുന്ന എറർ എന്ന് പറയുന്നത് 1/100 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയായി? LI, ഡെൽറ്റ LI, TI, ഡെൽറ്റ TI, ഇതെല്ലാം നമ്മളിവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡെൽറ്റ G/G എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഒരു പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ G/G ഇൻറ്റു എന്തെന്ന് കൊടുത്താൽ മതി മക്കളെ? 100% എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ G/G ഇൻറ്റു 100 എന്ന് പറയുന്നത് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? L തന്നിട്ടുണ്ട്. L എന്ന് പറയുന്ന 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നോൺ ടു 1 മില്ലിമീറ്റർ ആക്യുറസി എന്ന് പറഞ്ഞാൽ അതിൽ വരാവുന്ന എററാണ്. അപ്പോൾ ഡെൽറ്റ L എന്ന് പറയുന്നത് 1 mm ആണ്. ഇനി 100 ഓസിലേഷൻ എടുത്ത ടൈമാണ് 90 സെക്കൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷൻ എടുത്ത ടൈം 90/100 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ 90/100 ആണ്. ഓക്കെ, ഇനി പറയാം 100 ഓസിലേഷനിൽ വരാൻ സാധ്യതയുള്ള എററാണ് 1 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓസിലേഷനിൽ വരാൻ സാധ്യതയുള്ള 1/100 ആണ്. അപ്പോൾ ഡെൽറ്റ T എന്ന് പറയുന്നത് 1/100 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ജിയുടെ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് വേണ്ടത്. അപ്പോൾ ജിയുടെ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ G/G ഇൻറ്റു 100% എന്ന് കൊടുത്താൽ മതി. മക്കളെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയും, എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് വിത്ത് ആൻ ആക്സിലറേഷൻ α1. After 2 seconds, another body starts from rest with an acceleration α2. If they travel equal distances in 5th second after the start of A, അങ്ങനെയാണെങ്കിൽ റേഷ്യോ α1/α2 ആണ്. അതായത് A സ്റ്റാർട്ട് ചെയ്ത് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് B സ്റ്റാർട്ട് ചെയ്തത്. A സ്റ്റാർട്ട് ചെയ്ത് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്തത് മക്കളെ? B സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ A സ്റ്റാർട്ട് ചെയ്ത് 5ാമത്തെ സെക്കൻഡിലെ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന ദൂരങ്ങൾ ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് ഒരു ഫോമുലയുണ്ട്. എന്താ മക്കളെ ഫോമുല? U + A ഇൻറ്റു n-1/2 എന്നാണ്, അല്ലെങ്കിൽ 2n-1/2 എന്നൊക്കെ എഴുതാം. ഇവിടെ ഇനിഷ്യലി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്. രണ്ടുപേരും ഇനിഷ്യലി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പോൾ U എന്ന് പറയുന്നത് എന്തെന്ന് കൊടുക്കാം മക്കളെ? 0 എന്ന് പറയുന്നത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എയുടെ 5ാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ മക്കളെ? എ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞല്ലേ ട്രാവൽ ചെയ്തേ? അപ്പോൾ ബിയുടെ 3ാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരമാണ്. എയുടെ 5ാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറയുന്നത് ബിയുടെ 3ാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരം. രണ്ടും എന്താണ് മക്കളെ? ഈക്വലാണ്. ഓക്കെ, ഇഫ് ദേ ട്രാവൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ 5th സെക്കൻഡ്, 10th സെക്കൻഡിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഓഫ് എ, അതായത് എ തുടങ്ങി 5 സെക്കൻഡിന് ശേഷം. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ഇൻ 5th സെക്കൻഡ് ഈസ് ഈക്വൽ ടു എ തുടങ്ങി കഴിഞ്ഞ് 2 സെക്കൻഡിന് ശേഷമാണ് ബി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബി മോഷൻ തുടങ്ങിയിട്ട് 3 സെക്കൻഡേ ആയിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ ഫോമുല പറഞ്ഞേ മക്കളെ? 5th സെക്കൻഡിലെ ഫോമുല എയുടെ സ്ഥാനത്ത് എന്താ മക്കളെ? എയുടെ ആക്സിലറേഷൻ α1 ആണ്. എയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് α1 ആണ്. എയുടെ 5ാമത്തെ സെക്കൻഡിൽ, അപ്പോൾ എന്നിന് 5 എന്നിട്ട് കൊടുക്കുക. 5-1/2 എന്ന് കിട്ടും. 5-1/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്ന α2 ആണ്. n-1/2 എന്ന് പറഞ്ഞാൽ 3-1/2. n-1/2 എന്ന് പറഞ്ഞാൽ 3-1/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ α1 ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? 9/2 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു α2 ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? 5/2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 2 എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ അവർ α1/α2 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി 5/9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ α1/α2 ആണ് ചോദിച്ചിരിക്കുന്നത്. α1/α2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 5/9 ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 24 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ മാക്സിമം ഇനി സമയമുണ്ട്, മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലൈവ് അവസാനിപ്പിക്കാൻ സമയമായി. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. വീണ്ടും കാണാം.